ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മല്ലു സീരീസ് ചാനലിൽ ഒരു പുതിയ ജപ്പാനീസ് ഡ്രാമയാണ് കേട്ടോ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഡ്രാമയുടെ വൺ ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലവർ മരിച്ചു പോയിട്ട് അവളുടെ ആ ഒരു വിയോഗത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ നിൽക്കുന്ന ഹീറോയെ അവൻ്റെ എല്ലാ കുറ്റം കുറവുകളും കൂടി തന്നെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഹീറോയിനെ ഹീറോ സ്വീകരിക്കുമോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് ഈ ഡ്രാമ കണ്ട് മനസ്സിലാക്കിയാലോ. എന്നാൽ നമുക്ക് ടൈം കളയാതെ ഡ്രാമയിലേക്ക് കടക്കാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ കാണിക്കുന്നു വന്നിട്ട് ഒരു ലേഡി വന്ന് ഒരു ഡോഗിനെ പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കേട്ടോ. അതൊരു കോമ്പറ്റീഷന് വന്നിട്ട് ഇവരിങ്ങനെ പ്രദർശിപ്പിച്ചേക്കുവാണ്. അതിൽ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ പേര് വന്ന് സാക്കിസാക്ക. അവന് വന്ന് അതിന് അവാർഡ് കിട്ടിയേക്കുവാണ് ആ ഒരു ഫോട്ടോയ്ക്ക്. 52ാമത് ജപ്പാൻ ആഡ് ഡിസൈൻ അവാർഡാണ് അവൻ അതിന് വിൻ ചെയ്തേക്കുന്നത്. ഇനി 5 വർഷത്തിന് ശേഷം ഉണ്ടാവുന്ന കാര്യമാണ് നമുക്ക് കാണിക്കുന്നത് കേട്ടോ. 5 വർഷത്തിന് ശേഷം നമ്മുടെ ഹീറോയെ കാണിക്കുവാണ്. അപ്പോൾ ഹീറോ സാക്കിസാക്ക വന്നിട്ട് ഒരു ലേഡി ആയിട്ട് നിന്ന് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുക. അത് വന്ന് അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു. ആ പെണ്ണ് പറയാണ്, നിനക്ക് എന്നോട് യാതൊരു ട്രസ്റ്റും ഇല്ല, നീ വന്നിട്ട് എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്തല്ലടാ, നീ വേറെ പെണ്ണുങ്ങളെ കൂടെയൊക്കെ പോകുന്നു പറഞ്ഞിട്ട് ഇവനെ അങ്ങ് ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്ന സമയത്തും ഇതെല്ലാം കണ്ട് ഇവരെന്താ കപ്പിൾസ് വഴക്ക് കൂടുന്നതെന്നുള്ള രീതിക്ക് നോക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ഹീറോയിൻ്റെ പേര് വന്ന് നോറാക്കുറ എന്നാണ് കേട്ടോ. അപ്പോൾ അവൾ ഇത് നോക്കി നിൽക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് ഇവളെ കാണുമ്പോൾ ഒരു ഐഡിയ തോന്നും. അപ്പോൾ നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് പറയുവാണ്, ഇന്ന് മുതൽ ഇവളാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ഗേൾ ഫ്രണ്ടിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൾ വന്നിട്ട് ഹാൻഡ് ബാഗ് വെച്ച് നമ്മുടെ ഹീറോയിനെ അടിക്കാൻ നിൽക്കുവാണ്. ആ സമയത്ത് അവൾക്കൊന്നും പറ്റരുതല്ലോ എന്ന് വെച്ചിട്ട് സാക്കിസാക്ക പിടിച്ച് മറയ്ക്കുമ്പോൾ അവൻ്റെ മുഖത്താണ് ആ ഒരു അടി കൊള്ളുന്നത്. എന്നിട്ട് ആ ഒരു ഗേൾ ഫ്രണ്ട് പെണ്ണ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അടി കൊണ്ടേൽ വന്നിട്ട് നമ്മുടെ സാക്കിയുടെ മുഖത്ത് ചെറിയൊരു പാടായി. മാത്രമല്ല ഇപ്പോൾ വന്നിട്ട് നമ്മുടെ നൊറാക്കുറേനെ ഇവൻ വന്ന് ഗേൾ ഫ്രണ്ട് ആക്കാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, നീ എന്തെങ്കിലും ചെയ്തോ പാടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്ന സമയത്ത് ലാസ്റ്റ് അവൾക്ക് തോന്നുന്നത് പാവമല്ലേ എന്ന് പറഞ്ഞിട്ട് അവളുടെ കേർച്ചീഫ് വന്ന് ഇവന് കൊടുത്തിട്ട് പോവാണ്. പക്ഷെ ആ സമയത്ത് ഇവൻ വന്ന് ഇവളോട് ചോദിക്കുവാണ്, നീ നിൻ്റെ ആ ഒരു മൊബൈൽ നമ്പർ എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നൊറാക്കുറ പറയണം, അതൊന്നും പറ്റത്തില്ല, നിനക്കൊക്കെ ഞാൻ എന്തിനാ എൻ്റെ മൊബൈൽ നമ്പർ തരുന്നതെന്ന് പറഞ്ഞ് ദേഷിച്ച് അവൾ അവിടുന്ന് പോവാട്ടോ. ഇനിയാണെങ്കിൽ നമ്മുടെ സാക്ക നേരെ പോകുന്നത് ഇവന് സ്വന്തമായിട്ടൊരു കമ്പനിയുണ്ട്. പക്ഷെ കമ്പനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കമ്പനി വന്നിട്ട് ഒരു ഡിസൈനിങ് കമ്പനിയാണ് കേട്ടോ. ആഡൊക്കെ ഡിസൈൻ ചെയ്യുന്ന പോലത്തെ ഒരു കമ്പനിയാണ്. ആ ഒരു കമ്പനിയിൽ ആകെ 2 സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. ഇവർക്കാണെങ്കിൽ അക്കൗണ്ട്സ് നോക്കാനോ അല്ലാതെ റഫായിട്ട് വേറൊരു സ്റ്റാഫൊന്നുമില്ല. ഈ ഇരിക്കുന്ന 2 സ്റ്റാഫും ഡിസൈനേഴ്സാണ്. സോ ഇവർക്കൊരു എക്സ്ട്രാ സ്റ്റാഫ് വേണ്ടതുകൊണ്ട് ഒരു പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇന്നൊരാൾ ഇൻ്റർവ്യൂവിനായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. ചെന്ന് നോക്കുമ്പോൾ അതാരാണ്, അത് വന്ന് നമ്മുടെ നൊറാക്കുറ കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ആകെ ഷോക്കായി നിൽക്കുവാണ്. അവളും ആകെ ഷോക്കായി നിൽക്കുവാണ്. കാരണം ഇപ്പോൾ ഇവൾ വന്നിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ബോസ് എന്ന് പറയുന്നത് അത് നമ്മുടെ സാക്കിസാക്കയാണ്. എൻ്റെ സാക്കിസാക്ക ഇവളെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടിരിക്കും. അപ്പോൾ ഇവളുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇൻ്റർവ്യൂ നല്ലപോലെ നടക്കുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇവളെ വന്നിട്ട് ഇവൻ ഈ ഒരു ജോലിക്ക് വന്ന് സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പം നിനക്ക് ഇതിൻ്റെ ഫോൺ നമ്പർ തരുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തും നമ്മൾ നൊറാക്കുറ പറയണം, അതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ നമ്പറും കൊടുക്കുവാണ്. എന്നിട്ട് അവിടെ നേരെ ചെന്ന് ബാക്കി 2 സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞില്ല ഡിസൈനേഴ്സ്, അവർ 2 പേരും പരിചയപ്പെടുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ അവർ പറയുകയാണെന്നുള്ളടത്ത് ഇവിടെ വന്നിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. ഒഫീഷ്യൽ റൂൾസ് അല്ലാതെ ഇച്ചിരി പേഴ്സണൽ റൂൾസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ബോസാണല്ലോ സാക്കിസാക്ക. ആൾ വന്നിട്ട് ആളുടെ അടുത്ത് ഒരിക്കലും ആളുടെ പാസ്റ്റിനെ പറ്റിയോ ആൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്യാത്തതെന്നോ ഒരിക്കലും ചോദിക്കാൻ നിൽക്കരുത്. അതൊന്നും ഇവിടെ സംസാരിച്ചുകൂടാന്ന് പറയുന്ന സമയത്തും ഇവളും അതെന്താന്നുള്ള രീതിക്ക് ആലോചിക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് ആളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ലെന്ന് വെച്ചിട്ട് അവളും അത് വേണ്ടാന്ന് വെക്കും. എന്നിട്ടാണെങ്കിൽ ഇവളിപ്പോൾ ജോലിയിൽ അന്നോട്ട് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൻ വന്ന് ആളെ വിളിക്കുവാടോ. നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഹൈ ഹീൽസ് ഒക്കെ ഇട്ടിട്ടാണ് ആ ഒരു കമ്പനി ജോലി ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നല്ല ഫ്ലിപ്പ് പോലത്തെ ഒരു ചെരുപ്പ് കൊടുത്തിട്ട് പറയണം, നീ എന്തിനാ ഈ ഹൈ ഹീൽസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഈ ചെരുപ്പ് ഇട്ടേക്കെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് ഇവളും ഭയങ്കര ഹാപ്പി. തൻ്റെ ബോസ് വന്നിട്ട് ഭയങ്കര നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് അവൾ ആ ചെരുപ്പിട്ട് മാറുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിൻ്റെ അടിയിൽ അവർ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൾ തറയെ വീഴും. ഇതെല്ലാം കണ്ട് അവിടെ ഇരുന്ന് സാക്കിസാക്ക ഭയങ്കര ഹാപ്പി കേട്ടോ. നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് അവൾക്ക് ഇച്ചിരി ഇറിറ്റേഷനൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അതൊരു തമാശയായിട്ട് മാത്രമാണ് അവൾ എടുക്കുന്നത്. മാത്രമല്ല പിന്നെ അവൾ അങ്ങോട്ട് ജോലി ചെയ്യുമ്പോഴല്ലേ ഇവൾക്ക് വേണ്ടി എല്ലാം കെണിയൊരുക്കി വെച്ചേക്കും അവൻ. ഇപ്പോൾ സെല്ലോ ടേപ്പ് കൊടുക്കാൻ പോകുന്ന സമയത്ത് ആ സെല്ലോ ടേപ്പ് തറയിൽ വീഴുന്ന സമയത്തും കുറേ സാധനങ്ങൾ അടക്കി വെച്ച് അത് തറയിൽ വീഴുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ നൊറാക്കുറ ഇഡിയറ്റ് ആണെന്ന് എഴുതി വയ്ക്കുക. അങ്ങനെ പല രീതിക്കും ഇവൾ ഭയങ്കരമായിട്ട് ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സാക്കിസാക്ക.
അങ്ങനെ ഒരിക്കൽ അവളിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൾക്കൊരു മെസ്സേജ് വരും കേട്ടോ. അപ്പോൾ അത് കാണുന്ന സമയത്ത് അവൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സാക്കി ചോദിക്കണം, അതെന്താ നിൻ്റെ ബോയ് ഫ്രണ്ട് വല്ലതും ആണോ, നീ എന്താ ഇത്ര ഹാപ്പി ആണല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൾ പറയണ, അല്ല എനിക്ക് വന്നിട്ട് ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് നോക്കുന്നുണ്ട് ഇൻ്റർവ്യൂവിന്. അപ്പോൾ ആൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എനിക്ക് മെസ്സേജ് അയച്ചതാണ്. അപ്പോൾ ആളെ എനിക്ക് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവരെ ഓഫീസിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കാനായിട്ട് പോകാട്ടോ. പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് സാക്കി നൊറാക്കുറയോട് ചോദിക്കുവാണ്, നീ പറഞ്ഞ നിനക്ക് ലൈഫിലുള്ള ഏറ്റവും വലിയ ഡ്രീം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞാനിപ്പോൾ വന്നിട്ട് നിങ്ങളുടെ കമ്പനിയിൽ ഒരു പാർട്ട് ടൈം എംപ്ലോയി ആണ്. അപ്പോൾ എനിക്ക് വന്നിട്ട് ഞാൻ ഇത്രയും കാലം ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ഓരോ സ്ഥലത്തും ജോലി ചെയ്തേക്കുന്നത്. അധിക കാലം ഒന്നും ഒരു കമ്പനി എനിക്ക് നിൽക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കാണെങ്കിൽ നല്ല ക്ലോസ് ഫ്രണ്ട്സും ഇല്ല, മാത്രമല്ല കമ്പനി ഡിന്നേഴ്സും ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു സ്ഥലത്ത് ഫുൾ ടൈം എംപ്ലോയി ആയിട്ടും സ്ഥിരമായിട്ടൊരു കമ്പനി വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനി അധികം വൈകാതെ അത് സാധിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നടന്നു വരും കേട്ടോ. ആ സമയത്താണ് ഇവൾക്കൊരു മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞില്ല ഒരു ചെറുക്കൻ. ആ ചെറുക്കൻ അങ്ങോട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ഇവർ ഇനിയൊരു ഫ്യൂച്ചറിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു കമ്പനിക്ക് ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഡീറ്റെയിൽസ് അയക്കാനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവൻ വരുന്ന സമയത്ത് നമ്മുടെ സാക്കിസൊക്കെ പറയണം, ഓക്കെ ഞാൻ നിനക്ക് 5 minutes ടൈം തരാം, ഇത് വന്ന് ജോലിയുടെ ടൈമാണ്, അത് നിനക്ക് അറിയാലോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, 5 മിനിറ്റ് സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് സാക്കി മാറി നിൽക്കും കേട്ടോ. അപ്പോൾ ഈ വരുന്ന ആ ഒരു ചെറുക്കനുണ്ടല്ലോ, ഇവളുടെ അടുത്ത് പറയാണ്, ആക്ച്വലി 19-ാം തീയതി ഇൻ്റർവ്യൂ വന്നിട്ട് ഇവർ വെച്ചിരുന്നത്, അതിപ്പോൾ വന്നിട്ട് 26-ാം തീയതിക്ക് മാറ്റിയെന്ന് പറയുന്ന സമയത്ത് ഇവളും ഓക്കെ എന്നുള്ള രീതിക്ക് നിൽക്കുക. പക്ഷേ ഇത് കേട്ടുകൊണ്ട് സാക്കി പറയാണ്, ഒരിക്കലും ഒരു HR ഒരിക്കലും ഇങ്ങനെ പറഞ്ഞ ഡേറ്റിന് ഇൻ്റർവ്യൂ മാറ്റി വയ്ക്കത്തില്ല, ഇതിലെന്തോ തെറ്റുണ്ട്, ഇവൻ കള്ളം പറയാമെന്നും പറഞ്ഞിട്ട് ആ ഒരു പഴി ആ ഒരു ചെറുക്കൻ്റെ മേലിടുന്ന സമയത്ത് ആ ചെറുക്കന് ഭയങ്കര കലിപ്പാവുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഒരു നൊറാക്കുറയുടെ പ്രത്യേക ക്യാരക്ടർ വെച്ചാൽ അവൾ എല്ലായിടത്തും ഭയങ്കര ആയിരിക്കും. അവളുടെ അടുത്ത് തെറ്റ് ചെയ്താൽ പോലും അവൾ അതെല്ലാം കണ്ടറിഞ്ഞിട്ട് ഒരാളുടെ അടുത്ത് ഒരു ദുഷിപ്പും പറയാതെ പാവം പോലെ നിൽക്കുന്ന ഒരു പെങ്കൊച്ചാട്ടോ. അതുകൊണ്ട് ഇവൾക്ക് ദേഷ്യം വരും. ഇവളുടെ ഫ്രണ്ടിനെ ആണല്ലോ ഇവളുടെ ബോസ് ഇങ്ങനെ സംസാരിച്ചത്. മാത്രമല്ല ഇവൾ വന്ന് സാക്കി കണ്ടുമുട്ടിയ സിറ്റുവേഷനും വേറെ. അതുകൊണ്ട് ഇവർ ഇച്ചിരി നല്ല ഫ്രണ്ട്സ് പോലെയൊക്കെ ആട്ടോ. അതുകൊണ്ട് പറയാണ്, സാക്കി നീ സോറി പറ, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംസാരിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് സാക്കിയെ കൊണ്ട് അവൻ്റെ അടുത്ത് സോറി പറയിപ്പിക്കട്ടോ. അപ്പോൾ അവൻ ഇച്ചിരി വലിയ ആളായ പോലെ ഞെളിയുന്നുണ്ട് ആ ഒരു ചെറുക്കൻ. അങ്ങനെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഡേയും വരും കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേ 19-ാം തീയതി അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഇൻ്റർവ്യൂവിനൊന്നും പോയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറുക്കൻ പറഞ്ഞില്ല 26-ാം തീയതി ആയിരുന്നു. പക്ഷെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ടൈം തീരുന്ന സമയത്ത് ഇവൾക്കൊരു കോൾ വരുവാണ്. അത് ഇവർ ഒരുമിച്ച് പോകാൻ നിന്നൊരു കമ്പനിയിൽ നിന്നാണ് കോൾ വരുന്നത്. വേറെ ഒന്നുമല്ല, ഇൻ്റർവ്യൂ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്തില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ സാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. അപ്പോൾ അവൾ പറയണില്ല, എനിക്ക് ഇച്ചിരി അർജൻറ്റ് കാര്യം വന്നതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാഞ്ഞെന്നുണ്ട് ഫോൺ കട്ടി. ഇവൾക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യ, കണ്ണ് നിറയുന്നവളുടെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ആ ഒരു കമ്പനി കയറി പറ്റുന്നത്. പക്ഷെ ഒന്നും നടന്നില്ല, ആ ചെറുക്ക് ഇവളെ ചീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഒന്ന് സാക്കിക്ക് ഇത് മനസ്സിലായത് അവൻ വന്നിട്ട് പറയുകയാണ്, എനിക്കത് അപ്പോഴേ അറിയായിരുന്നു. കാരണം അവൻ്റെ ഒരു കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടി നിൻ്റെ അടുത്ത് അങ്ങനെ കള്ളം പറഞ്ഞേ, നീ അത് വിശ്വസിച്ച് പോയില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഒരു കാര്യം ചെയ്യും, ഇപ്പോഴേ വിളിച്ച് അവരുടെ അടുത്ത് നടന്ന കാര്യമെല്ലാം പറയാട്ടോ. പക്ഷെ നമ്മൾ നൊറാക്കുറയുടെ മനസ്സ് നോക്കണം. അവൾ പറയണം, വേണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവനും ജോലി കിട്ടത്തില്ലല്ലോ, അത് വേണ്ട, അവൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്തതല്ലേ, എനിക്ക് ഇനി വേറെ കമ്പനിയിലായാലും ഞാൻ നോക്കിക്കോളാം, ഇത് എൻ്റെ ഭാഗത്ത് തെറ്റ്, ഞാനായിരുന്നു ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ടത്, നീ പറഞ്ഞ പോലെ ഞാനൊരു ഇഡിയറ്റ് തന്നെയാണെന്ന് പറഞ്ഞിട്ടും പാവം നമ്മുടെ നൊറാക്കുറ സങ്കടപ്പെടുക. അപ്പോൾ ഇവളിങ്ങനെ സങ്കടപ്പെടുന്ന കാണുന്ന സമയത്ത് ഇവന് ഭയങ്കര ഇതാവുണ്ട്. അവളാണെങ്കിൽ കരയാതെ ആ കരച്ചിൽ അടക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവൾ കരയുന്നില്ല. അതുകൊണ്ട് ഇവളുടെ കവളൊക്കെ പിടിച്ച് നല്ലപോലെ നുള്ളു കേട്ടോ, വേദനിച്ചിട്ടെങ്കിലും കരട്ടെ എന്ന് വെച്ചിട്ട്. എന്നിട്ട് അവൾ കരയുന്നില്ല. അവസാനം ഇവൻ്റെ മേല് ചേർത്ത് കിടത്തിയിട്ട് പറയണം, നീ കരയുന്നിടത്തോളം കരഞ്ഞ് സങ്കടം തീർത്ത് മനസ്സേ വെച്ചിട്ടിരുന്നിട്ടും ഒരു കാര്യമില്ലെന്ന് പറയാട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുകയാണ്, ഇവളിങ്ങനെയാണ് ഇത്രയും കാലം ഓരോരോ കമ്പനിയിൽ നിന്ന് പുറത്തു വന്നതെന്ന്. ആക്ച്വലി ഓരോ കമ്പനിയിലും എന്തെങ്കിലും ഇപ്പോൾ ചീറ്റിംഗ് ഒക്കെ ഉള്ള ഫ്രണ്ട്സ് നടത്തുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇവൾ അത് എടുത്തിട്ട് ഇവളുടെ തലയിൽ വയ്ക്കും, ഇവളുടെ ഫ്രണ്ട്സിന് ഒരു മോശം വരായിരുന്നു. അങ്ങനെ ഇവളാണ് സ്വയം ത്യാഗം ചെയ്ത് വന്നുകൊണ്ടാണ് ഇത്രയും കമ്പനിയിൽ ആൾ പുറത്തായി വന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് സാക്കിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. ഇവൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് അലിയാനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അന്ന് രാത്രി അവൻ വീട്ടിൽ പോയതിനു ശേഷം സാക്കി ആലോചിക്കുകയാണ് ഇവളീ പറഞ്ഞ കാര്യം. ഇവളുടെ ഏറ്റവും വലിയ ഡ്രീം ഒരു ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് ഒരു കമ്പനി വർക്ക് ചെയ്യണമെന്നല്ലേ. ഇതെല്ലാം ആലോചിച്ച് ഇവൻ എന്തൊരു ഡിസിഷൻ എടുക്കുന്നത്. പിറ്റേന്ന് ചെല്ലുന്ന സമയത്തും ഇവളെ വിളിച്ചിട്ട് പറയണം, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഫുൾ ടൈം എംപ്ലോയി ആവണമെന്നല്ലേ, അത് വന്ന് ഞാൻ നിനക്ക് സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടി പോലെ ഒരു സംഭവം എടുക്കുക. എന്ന് വെച്ചാൽ അവർക്കൊരു ബാഡ്ജ് പോലെ, ആ ഒരു കമ്പനി വർക്ക് ചെയ്യാനുള്ള ഒരു ബാഡ്ജ് പോലെ കേട്ടോ. അതെടുക്കുന്ന സമയത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരാൾക്ക് ഭയങ്കര ഹാപ്പി, കാരണം അവളുടെ ഡ്രീം കം ട്രൂ മൊമെൻ്റ് അല്ലയോ. അപ്പോൾ അവളത് വാങ്ങിച്ച് തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് എഴുതി വെച്ചേക്കുവാണ് നൊറാക്കുറ ഒരു ഇഡിയറ്റ് ആണെന്ന് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ദേഷ്യം വരും, എന്നെ പിന്നെയും ചീറ്റ് ചെയ്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സാക്കി ഒറിജിനൽ സാധനം എൻ്റെ കയ്യിലുണ്ട്, പറ്റുവാണെങ്കിൽ എൻ്റെ നിന്ന് പിടിച്ചു വാങ്ങിച്ചോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവൻ്റെ പിന്നാലെ ഓടുവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും സന്തോഷത്തോടെ ഓടിപ്പിടിച്ച് കളിക്കുന്നത് കണ്ട് ബാക്കി 2 എംപ്ലോയീസ് ഉണ്ടല്ലോ, അവർ പറയുകയാണ്, നമ്മുടെ സത്യം പറഞ്ഞാൽ സാക്കി എന്താ പറ്റിയ ആൾ അന്ന് ആ ഒരു പ്രശ്നത്തിന് ശേഷം
ഇത്രയും കാലം അവനായിട്ടൊരു കാര്യം ഡിസൈൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് എന്ത് പറ്റി, ഇവൾക്ക് വേണ്ടി ആ ഒരു ബാഡ്ജ് സ്വയം ഡിസൈൻ ചെയ്ത് കൊടുത്തല്ലോ. ഇവർ തമ്മിൽ എന്തോ ഒരു കാര്യം നടക്കാൻ പോകുന്ന രീതിക്കാണ് എംപ്ലോയീസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ഇവൾ ഓടിപ്പിടിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ബാഡ്ജ് വാങ്ങുകയാണ് കേട്ടോ. പിറ്റേന്ന് മോർണിംഗ് വന്നിട്ട് അവർ ഓഫീസിലാണ് കേട്ടോ. അപ്പോൾ ഓഫീസിൽ പറയുവാണെങ്കിൽ മഴ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്ന സമയത്തും നമ്മുടെ സാക്കിയുടെ മുഖം വന്ന് വല്ലാതാവുന്നുണ്ട് കേട്ടോ. ഇനി അവിടെ നിന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ നോരാക്കുറ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ഒരു ലാൻഡ് ഫോണിൽ ഒരു കോൾ വരികയാണ്. അവൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് വന്നിട്ട് ഇവൾക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരു ചെറുക്കൻ അവളെ ചീറ്റ് ചെയ്തില്ലേ, ആ ചെറുക്കനെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഉടനെ തന്നെ നമ്മുടെ സാക്ക അവിടെ നിന്ന് വന്നിട്ട് ആ ഒരു ഫോൺ സ്പീക്കറിലിടുക. വേറെ ഒന്നുമില്ല, ആ ചെറുക്കൻ ഇപ്പോൾ ഇവൻ്റെ കമ്പനിയുമായിട്ട് എന്തോ ഒരു ടൈപ്പ് വയ്ക്കണം. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ് പിന്നെ ഇവളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് മനസ്സിലാക്കിയ സാക്ക എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നേരെ കയറി അങ്ങ് കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നോരാക്കുറ പറയുന്നത് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്, നിങ്ങളുടെ കമ്പനിയുമായിട്ടൊരു ടൈപ്പ് വന്നാൽ ഞാൻ കാരണം ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയുന്ന സമയത്തും അവൻ പറയുവാണ് ഇത് നിന്റെ ഡിസിഷനല്ല എൻ്റെ ഡിസിഷനാണ്, അതിൽ കയറി നീ ഇടപെടാൻ നിൽക്കണമെന്ന് പറയുമ്പോൾ ഇവള് പറയാൻ സോറി ഞാൻ കാരണമില്ല, ഞാൻ വേണമെങ്കിൽ അവനെ വിളിച്ച് സോറി പറയാമെന്ന് പറയാം കേട്ടോ. അപ്പം നമ്മുടെ സാക്കിക്ക് ഭയങ്കര ദേഷ്യം വരുന്നത്, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ, നീ നിൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് നീ എന്താ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോവാട്ടോ. പോകുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയുവാണ്, നിനക്ക് ഇത്രയും കൈൻഡ്നെസ് ഉള്ളതൊന്നും എനിക്ക് അത്രയും ഇറിറ്റേഷൻ ആയിട്ട് മാത്രമാണ് തോന്നിയെന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗത്ത് കയറി പോകുന്നത്. അപ്പം ഇത്രയും കൂടി ആയപ്പോൾ നോരാക്കുറയ്ക്ക് ആകെ സങ്കടമായിട്ടാണ്. എന്നിട്ട് അവൾ അവിടെ നിന്ന് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തു പോകാൻ നിൽക്കുന്ന സമയത്ത് അവൾക്ക് തോന്നുവാണ് എന്തായാലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതല്ല, ആൾക്ക് സങ്കടമായി കാണത്തില്ല, ഒരു സോറി പറഞ്ഞിട്ട് പോയി കളയാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ ഉറങ്ങുന്നത് അവൾ കാണുന്നത്. അപ്പോൾ അവൾ വിചാരിക്കുക വിളിച്ച് എണീപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഇവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ കയ്യിലൊരു ക്ലോത്ത് ഉണ്ട്, അത് വെച്ച് അവനെ പുതപ്പിച്ചിട്ട് പോകുന്ന കേട്ടോ. പക്ഷെ ആക്ച്വലി ഇവ ഉറങ്ങിയിട്ടൊന്നും കാണത്തില്ല, ഇവൻ വന്നിട്ട് ഉറങ്ങിയ പോലെ കിടന്നതായിരിക്കും. അപ്പോൾ ഇവൾ പോയി കഴിയുന്ന സമയത്ത് ഇവനും ആ ഒരു പുതപ്പ് വന്ന് നല്ലപോലെ മുറുക്കി പിടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നോരാക്കുറ ആ ഒരു കാര്യമെല്ലാം കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് ഇവൾ കൊടുത്ത ആ ഒരു പുതപ്പ് പോലത്തെ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അത് മടക്കി നല്ല വൃത്തിയായിട്ട് അതിൻ്റെ മേലെ നോരാക്കുറ ഒരു ഇഡിയേറ്റാന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്നു കേട്ടോ. അപ്പോൾ ഇവൾക്ക് അതൊക്കെ ഇവനിങ്ങനെ ടീസ് ചെയ്യുന്നത് കാണുമ്പോൾ ചെറുതായിട്ട് ചെറിയ സന്തോഷമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അവളൊരു പുതപ്പ് എടുത്തിട്ട് പോകുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇവൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റായിട്ടൊരു ബണ്ണും അതുപോലെ കുറച്ച് കുക്കീസും ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഇവളാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെന്ന് നോക്കുവാണ് അവനിപ്പോൾ വരുമോ എന്നൊക്കെ നോക്കുമ്പോഴും നമ്മുടെ സാക്ക വരുന്നത് കാണുന്നില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ കുക്കീസ് എല്ലാം വന്നിട്ട് നന്നായി ആസ്വദിച്ച് കഴിച്ചിട്ട് അവൾക്ക് ഓഫീസ് ടൈം തീരുമ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങി വന്ന് ഇവള് കാണുന്നത് വന്നിട്ട് അന്ന് വന്നിട്ടൊരു ഗേൾ ഫ്രണ്ട് വന്നിട്ട് നമ്മുടെ സാക്കി അടിച്ചില്ലേ, ആ സെയിം പെണ്ണ് വന്ന് ഇവൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ട് അവനെ പിന്നെയും അടിക്കുക കേട്ടോ. ഇത് കാണുന്ന സമയത്ത് ഇവൾക്ക് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ ഇവളെ കാണുമ്പോൾ നമ്മുടെ സാക്കി വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഗേൾ ഫ്രണ്ട് പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവും നമ്മുടെ നോരാക്കുറയ്ക്ക്. അവിടെ പോകുന്ന ആക്ഷൻ കാണിച്ചുകൊണ്ട് മറ്റേ പെണ്ണെ കെട്ടിപ്പിടിച്ചിട്ട് അവൾ കാണാതെയൊക്കെ ട്രൈ ചെയ്യുന്നെങ്കിലും നമ്മുടെ നോരാക്കുറ പോവാതെ അങ്ങോട്ട് തന്നെ ചെല്ലും കേട്ടോ. അപ്പോൾ ഇവളെ കാണുന്ന സമയത്ത് ഒരു ഗേൾ ഫ്രണ്ട് പെണ്ണ് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവൾ എന്ന് വെച്ചാൽ നേരെ ഉണ്ടാക്കുന്ന നോരാക്കുറയുടെ അടുത്ത് ചെന്നിട്ട് അവളുടെ ആ ഒരു ബണ്ണുണ്ടല്ലോ അത് എടുത്തിട്ട് തറയിലിട്ട് ചവിട്ടി അങ്ങ് അരയ്ക്കും. ഇത് കാണുന്ന സമയത്ത് നോരാക്കുറയ്ക്ക് നല്ല കണ്ണൊക്കെ നിറയുന്നുണ്ട്. കാരണം അവൾക്ക് ചെറുതായിട്ട് നമ്മുടെ സാക്കിയുടെ അടുത്ത് ഫീലിങ്സ് ഒക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ബണ്ണൊക്കെ കിട്ടിയപ്പോൾ അതിൻ്റെ ഹാപ്പിനെസ്സിലായിരുന്നു. പക്ഷേ ഈ ഗേൾ ഫ്രണ്ട് പണി ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ സാക്കി പറഞ്ഞാൽ അവളുടെ മേൽ തെറ്റൊന്നുമില്ല, എൻ്റെ ഭാഗത്ത് തെറ്റ്, അവൾ എൻ്റെ എംപ്ലോയി മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഗേൾ ഫ്രണ്ട് പെണ്ണ് അവൻ്റെ അടുത്ത് ചെന്നിട്ട് പിന്നെയും വഴക്കുണ്ടാക്കുക കേട്ടോ. അപ്പം ഇതൊന്നും കണ്ട് ലാസ്റ്റ് ഈ ബണ്ണ് ചവിട്ടി അരച്ചതും കൂടി ആയില്ലയോ. അപ്പോൾ ലാസ്റ്റ് അറിയാതെ തന്നെ നോരാക്കുറയ്ക്ക് ദേഷ്യം വന്നിട്ട് അവൾ വിളിച്ച് പറയണം നീ അവനെ അത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ നീ നല്ലപോലെ നോക്കണം, അല്ലാതെ അവനിങ്ങനെ അടിക്കാനും വേദനിപ്പിക്കാനൊന്നും നിൽക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് ഒച്ചത്തിൽ അങ്ങ് വിളിച്ച് പറയും കേട്ടോ. അത് കഴിഞ്ഞ ഉടനെ തന്നെ സാക്കിയും പറയും നീ പിന്നെ എൻ്റെ പിന്നാലെ നടക്കേണ്ട ഒരു കാര്യമില്ല, നിനക്ക് ഞാൻ കൂടാതെ 2-3 ആൺപിള്ളേരുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം, നീ എന്തിനു വേണ്ടി എൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ആ ഒരു ഗേൾ ഫ്രണ്ട് പെണ്ണ് ഒന്നും പറയാൻ പറ്റുന്നില്ല. അവൾ അവിടെ നിന്ന് വേഗം പോവാണ് കേട്ടോ. കാരണം വെച്ചാൽ അവളുടെ ഭാഗത്ത് എങ്ങാണ്ടാണ് എന്തോ ഒരു വലിയ തെറ്റുള്ളത്. എന്നിട്ട് സാക്കി വന്ന് നോറാക്കുറയോട് ചോദിക്കുകയാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ പോവാൻ, നീ അത് മനസ്സിലാക്കിയില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് നോറാക്കുറ പറയണം അവൾക്ക് ആക്ച്വലി മനസ്സിലായി, പക്ഷെ ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ വന്നേ, ഇല്ല എനിക്കത് കറക്റ്റ് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ വന്നേന്ന് പറയുക കേട്ടോ. മാത്രമല്ല ഈ ബണ്ണ് കാണുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അവൻ അത് ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കും അവൾക്ക് കണ്ണൊക്കെ നിറഞ്ഞിട്ട് അവൻ കരയുന്നത് കാണരുതല്ലോ എന്ന് വെച്ചിട്ട് അവൾ അവിടെ നിന്ന് ഓടിച്ചെല്ലുവാണ്. ആ സമയത്ത് മഴ പെയ്യാൻ തുടങ്ങുക കേട്ടോ. അപ്പോൾ നമ്മുടെ സാക്കി അവൻ്റെ പഴയ പാസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വരിക. അവനിങ്ങനെ മഴയത്ത് കാർ ഓടിച്ച് പോകുന്ന ഒരു കാര്യം ഓർമ്മ വന്നിട്ട് ഇവൻ്റെ പുറം അവന് ഭയങ്കരമായിട്ട് വേദനിക്കാൻ തുടങ്ങുവാണ് കേട്ടോ. ഇനി നമ്മുടെ നോറാക്കുറ പോയിട്ടുള്ളത് വന്നിട്ട് ഓഫീസ് റൂമിലേക്കാണ്. അവിടെ ചെന്നിട്ട് ആ ഒരു ബണ്ണെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവൾ ആലോചിക്കുകയാണ് ഓഫീസ് റൂമൊക്കെ എന്താ ഇങ്ങനെ അടുക്കും ചുറ്റിയില്ലാതിരിക്കുന്നത്, അതൊന്ന് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ അന്ന് രാത്രി അവിടെ നിന്ന് അത് അറേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സാക്കി അവൻ്റെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് കുളിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അവൻ്റെ പുറത്ത് വലിയ രീതിക്കുള്ള
ഒരു രീതിക്കുള്ള മുറിവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാടും തഴമ്പൊക്കെ അവൻ്റെ പുറത്ത് കാണാനുണ്ട്. പിറ്റേന്ന് രാവിലെ ഫസ്റ്റ് വരുന്നത് സാക്കി ആട്ടോ. അവൻ വന്ന് കയറി നോക്കുന്ന സമയത്ത് നമ്മുടെ നൊറാക്കുറ തറയിൽ കിടന്ന് ഉറങ്ങുന്നു. നോക്കുമ്പോഴാണെങ്കിൽ അവർ ഓഫീസ് റൂമാണെങ്കിൽ നല്ല രസമായിട്ട് റീഅറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ് അവൾ. മാത്രമല്ല അപ്പം ഇത് കണ്ടിട്ട് അവിടെ ഒരു കളർ ടെസ്റ്റും കൂടി ഉണ്ട്, അതും കൂടി അവൾ ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനും അതിൽ കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ അവനും കിടന്ന് ഉറങ്ങുവാണ്. ഇനി അവളാണെങ്കിൽ എണീറ്റ് പോകുന്ന സമയത്ത് ഇവളെ തൊട്ടടുത്താണ് സാക്കി കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ അവൾ ആദ്യം ഞെട്ടി എണീക്കുമ്പോൾ പിന്നെ അവനെ എണീക്കുന്നത്. എന്നിട്ട് സാക്കി അവിടുന്ന് എണീറ്റ് പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ നൊറാക്കുറ പറയണേ, ആക്ച്വലി ഇന്നലെ ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു, അതിനെ വന്നേ, പക്ഷേ ഇന്നലെ അത് പറയാൻ പറ്റിയില്ല. വളരെയധികം താങ്ക്സ് ഉണ്ട്. മാത്രമല്ല ഈ ലോകത്ത് എന്നെ ഇതുപോലെ കെയർ ചെയ്തിട്ടുള്ള ആരും ഉണ്ടായിട്ടില്ലെന്ന് പറയാം കേട്ടോ. അപ്പം ഇവന് മനസ്സിലായി, ഇവൾ വന്നിട്ട് ഇവനെയും വിശ്വസിച്ച് തുടങ്ങി. ആ ഒരു ഇത് മനസ്സിലാകുമ്പോൾ ഇവൻ നേരെ ചെന്നുള്ള കിസ് ചെയ്തിട്ട് പറയുകയാണ്, ഇപ്പം മനസ്സിലാവും എന്നെ പോലുള്ള ഡെവിൾ ആമ്പിള്ളേരുടെ അടുത്ത് നോക്കി മാറി നിൽക്കണം, അല്ലെങ്കിൽ നിന്നെ ഫുള്ളായിട്ട് അവർ തിന്നു കളയും. അതുകൊണ്ട് നീ ഡിസ്റ്റൻസ് ഇട്ടാൽ നിനക്ക് കൊള്ളാം, മര്യാദയ്ക്ക് എത്ര ഓടാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയാം കേട്ടോ. പക്ഷേ ഇവൻ ഇത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ആണുങ്ങളുടെ ആ ഒരു മൈൻഡ് മനസ്സിലാക്കി കൊടുക്കാനാണ് ഇവൻ ഇത് ചെയ്യുന്നത്. പക്ഷേ ഇവൾ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇന്നലെ ആ ഒരു കോള് കട്ട് ചെയ്തത് അത് ആക്ച്വലി ഇവൾക്ക് വേണ്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ആ ഒരു ബണ്ണ് ഗിഫ്റ്റ് ചെയ്തായാലും ഇത്രയും ദിവസം അവളെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലേ. അപ്പോൾ അത് ആലോചിച്ചിട്ട് അവൾ പറയുകയാണ്, ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ പോകുന്നില്ല, കാരണം നിങ്ങളെ കണ്ടുമുട്ടിയത് തൊട്ട് ഇന്ന് വരെ നിങ്ങൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, ഞാൻ ഒരിക്കലും ഓടി രക്ഷപ്പെടുന്ന സ്വപ്നത്തെ പോലും വിചാരിക്കേണ്ടെന്ന് പറയണം. അപ്പോൾ നമ്മുടെ സാക്കിസൊക്കെ പറയണം, ഓ വലിയ സംസാരമൊക്കെ ആണല്ലോ സംസാരിക്കുന്നത്, ശരി എന്നാൽ ഞാൻ നിനക്കൊരു വാക്ക് തരാം, വേറെ ആരും തന്നെ ചീറ്റ് ചെയ്താലും ഞാൻ ഒരിക്കലും നിന്നെ ചീറ്റ് ചെയ്യത്തില്ല, ബിട്രേ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവൾക്ക് വാക്ക് കൊടുക്കട്ടെ. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ട് സ്റ്റാഫ്സും കയറി വരുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് വേഗം വെപ്രാളം പിടിച്ചിട്ട് അവരൊന്നും അറിയാത്ത പോലെ നിൽക്കുവാണ്. പിന്നെയാണെങ്കിൽ നമ്മുടെ നൊറാക്കുറ എന്നും ഈ ഒരു ബണ്ണ് വന്ന് വെയർ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഇവരുടെ സ്റ്റാഫ്സിൽ ഒരു ലേഡി ഉണ്ട്. ആ ലേഡി പറയുവാണ്, നീ എന്നും ഈ ഒരു ബണ്ണ് ഉണ്ടല്ലോ, നിനക്ക് നല്ല ക്യൂട്ടാന്ന് പറയുന്ന സമയത്ത് ഇവള് ഭയങ്കരമായിട്ട് ചിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് അവിടെ തന്നെ സാക്കി ഇരിപ്പുണ്ട്. എന്നിട്ട് അവൻ ഇവളടുത്ത് എന്ന് പറയുകയാണ്, നീ ക്യൂട്ടൊന്നുമില്ല, നീ ഒരു ഗുഡ് ഗേൾ മാത്രമോ, മനസ്സിലായോ, ക്യൂട്ടാണെന്നൊന്നും വിചാരിച്ച് കളയല്ലേ എന്ന് പറയുവാണ്. ആ സമയത്ത് അങ്ങോട്ടൊരു പുതിയ ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പോൾ ആളെ വരവേൽക്കാൻ ചെല്ലുന്നത് നമ്മുടെ സാക്കി ആട്ടോ. അപ്പോൾ ഇതാരാന്നറിയാൻ വേണ്ടിയിട്ടും നമ്മുടെ നൊറാക്കുറ ഓടി വരുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു പുതിയ ക്യാരക്ടർ കയറി വരുന്ന സമയത്ത് ആൾ വന്ന് ഭയങ്കരമായിട്ട് സാക്കി ഹഗ് ചെയ്യുന്നുണ്ട്. സാക്കിയുടെ നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു. മാത്രമല്ല അവൻ ഇച്ചിരി ഒരു ക്യാമറ പ്രാന്തനാട്ടോ. അപ്പോൾ നമ്മൾ നൊറാക്കുറയെ കാണുന്നതുകൊണ്ട് ചോദിക്കുക ഇത് ആരാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സാക്കി പറയുന്നത് ഇത് നമ്മുടെ പുതിയൊരു അക്കൗണ്ടന്റ് ആണ്, നമ്മളിപ്പോൾ സ്ഥിരം ജോലിക്ക് എടുത്തേക്കുവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാളൊരു ക്യാമറ പ്രാന്തനല്ലേ. അപ്പോൾ പറയുകയാണ്, ശരി എന്നാൽ ഞാൻ നിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ നിൽക്കുന്ന സമയത്തും അയാൾ ഫോട്ടോ നമ്മുടെ നൊറാക്കുറയുടെ ഫോട്ടോ എടുക്കുന്നതെല്ലാം കാണുന്ന സമയത്ത് നമ്മുടെ സാക്കിക്ക് കുറച്ചല്ലാത്ത രീതിക്കുള്ള ഇറിറ്റേഷനൊക്കെ നല്ലപോലെ തോന്നുന്നുണ്ട് കേട്ടോ. പുതിയൊരാൾ വന്നില്ലേ, അപ്പോൾ ആൾ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സാക്കിയുടെ കമ്പനി എന്ന് പറഞ്ഞില്ല, ആ കമ്പനി വന്നിട്ട് ആ ഒരു കമ്പനിയുടെ പാർട്ട്ണറാട്ടോ. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അവിടെ തന്നെ ഇയാളെ നമുക്ക് പാർട്ട്ണർ എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ പാർട്ട്ണർ എന്ത് ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൊറാക്കുറ വന്നിട്ട് ഇപ്പോൾ പുതിയതായിട്ടല്ലേ അവിടെ വന്നേക്കുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു ജോയിനിങ് പാർട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അന്ന് രാത്രി അവരെല്ലാവരും കൂടിയിട്ട് ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സാക്കിയും നൊറാക്കുറയും ഒരുമിച്ച് അവിടെ പുറത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ സാക്ക പറയാണ്, സോറി ഞാൻ വന്നിട്ട് അത്ര ആഴത്തിലൊന്നും ചിന്തിച്ചില്ല, നിനക്കൊരു ജോയിനിങ് പാർട്ടി തരണം എന്നുള്ള അത്രയ്ക്ക് ഞാൻ ചിന്തിച്ചില്ല, സോറി എന്ന് പറയുന്ന സമയത്ത് നൊറാക്കുറയും പറയാണ്, കുഴപ്പമില്ല, എന്നാലും എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ല, അതെന്നെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിച്ച് നടന്നു വരുന്ന സമയത്ത് അങ്ങോട്ട് വന്നൊരു പുതിയൊരു ക്യാരക്ടറെ കാണിക്കുകയാണ്. ഈ ഒരു ക്യാരക്ടറിൻ്റെ പേരാണ് കസൂയ എന്ന ആക്ച്വലി നമ്മുടെ നൊറാക്കുറ മുമ്പ് വർക്ക് ചെയ്തായിരുന്ന ആ ഒരു കമ്പനിയുടെ ബോസ് ആട്ടോ. അപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് അവൾ ആ ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആളെ കാണുന്ന സമയത്ത് അവളെ വന്നിട്ട് കസൂയയുടെ കൂടെ ആക്കിയിട്ട് നമ്മുടെ സാക്കി അവിടെ നിന്ന് വരും കേട്ടോ. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ പാർട്ട്ണർ ചോദിക്കുവാണ്, എന്ത് പറ്റി അവളെ നീ സേഫായിട്ട് വീട്ടിലാക്കിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സാക്കി പറയാണ്, അവളുടെ പഴയ ബോസിൻ്റെ മുന്നിലാണ് ഞങ്ങൾ ചെന്ന് ചാടിയത്, ആൾ അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, കുഴപ്പമൊന്നും കാണത്തില്ലെന്ന് തോന്നുന്നു പറയുന്ന സമയത്ത് ഈ പാർട്ട്ണർ എന്ന് പറയുന്ന ആ ഒരു ചെറുക്കൻ ചോദിക്കുകയാണ്, ഇനി മേ ബി അവർ തമ്മിൽ പഴയ എന്തെങ്കിലും റിലേഷൻ കാണുമോ, ഒരു പക്ഷേ നമ്മുടെ നൊറാക്കുറയുടെ എക്സ് എങ്ങാനും ആയിരിക്കും അയാളെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്കതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞുകൊടുന്ന് സാക്കി പറയുവാണ്.
ഇനിയാണെങ്കിൽ കസൂയ എന്ന് പറയുന്ന ആ ഒരു ചെറുക്കൻ നമ്മുടെ ഒരാൾക്കൊരെ വിളിച്ചുകൊണ്ട് പോയില്ലേ, അവർ ഒരു സ്ഥലത്ത് നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അയാൾ പറയുവാണ്, നിനക്ക് എന്നോട് ഇപ്പോൾ എന്തെങ്കിലും ദേഷ്യമുണ്ടോ, ഞാൻ കാരണമല്ല നീ ആ ഒരു കമ്പനിയിൽ നിന്ന് ജോലി പോയത്, മേ ബി ആ ഒരു പെണ്ണ് കാരണമാണ്, ആ പെണ്ണ് ഞാൻ തമ്മിൽ വലിയ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു, ആ രീതിക്കാണ് സംസാരിക്കുന്നത്. മേ ബി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നൊറാക്കുറിയും അതുപോലെ ഇവനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ നമുക്ക് അറിയത്തില്ല, അത് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കാണിക്കുന്നില്ല. പക്ഷേ എന്തിനാ കൂടി അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണം, ഞാൻ കാരണമല്ല നിനക്ക് ആ ജോലി പോകുന്നത്, ഞാനിപ്പോൾ ആ ഒരു കമ്പനിയിൽ നിന്ന് വിട്ടുമാറി ഞാൻ സ്വന്തമായിട്ട് വേറൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, അവിടെ ആകുമ്പോൾ ആരുടെ ഒരു പ്രഷറും നിനക്ക് കാണത്തില്ല, അവിടെ തന്നെ നീ എൻ്റെ കമ്പനി വന്ന് ജോയിൻ ചെയ്യുക, അക്കൗണ്ടൻ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം നിന്ന് ഒരാൾക്കുറെ കേൾക്കത്തില്ല കേട്ടോ. അപ്പോൾ ഈ ചെറുക്കൻ പറയുകയാണ്, നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഒരു ഡിസൈനിങ് കമ്പനി, അവിടെ ഡിസൈനേഴ്സിൻ്റെ ആവശ്യമുള്ളൂ, നിന്നെ പോലെ അക്കൗണ്ടൻറ്റിനെ കൊണ്ട് അവിടെ വന്ന് വലിയ ആവശ്യമില്ല, നീ ഒരു ഡെഡ് വെയിറ്റ് മാത്രം അവിടെ, നിന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല, നിന്നുള്ള ഒരു സ്നേഹം നിമിത്തമായിരിക്കാം മേ ബി ഇങ്ങനെ സാക്കി നിനക്ക് ജോലി തന്നേക്കുന്നത്, വേറൊന്നും ആവാൻ ചാൻസ് ഇല്ലെന്ന് പറയുക കേട്ടോ. ഇനി അടുത്ത ദിവസം കാണിക്കട്ടെ. അടുത്ത ദിവസം വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ കസൂയി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യം ആലോചിച്ചിട്ട് നല്ലൊരു സങ്കടത്തിലാണ് നമ്മുടെ നൊറാക്കുറ അവിടെ ഇരിക്കുന്നത്. ആ ഒരു സെയിം ടൈമിൽ ഇവരുടെ സ്റ്റാഫ്സ് 2 പേരില്ലേ, അതിലൊരു ചെറുക്കനുണ്ട്. ആ ചെറുക്കൻ വന്ന് ചോദിക്കുവാണ്, ഇങ്ങനെ നമുക്ക് ഡിസൈനേഴ്സിനെ കുറവുണ്ട്, ഒരാളും കൂടി നമുക്ക് ഹയർ ചെയ്താലോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സാക്കി പറയാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ തന്നെ എനിക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലല്ല നിൽക്കുന്നത്, ഇനി ഒരാളും കൂടി നമ്മൾ ആക്കുവാണെങ്കിൽ ഹയർ ചെയ്യുവാണെങ്കിൽ ഞാൻ നല്ല ബുദ്ധിമുട്ടും, അവർക്ക് സാലറി കൊടുക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയുക കേട്ടോ. പക്ഷേ ഇത് വന്ന് നൊറാക്കുറ കേൾക്കും. അപ്പോഴൊക്കെ ആകെ സങ്കടവും. കസൂയി എന്നല്ലേ പറഞ്ഞില്ലേ, ഇവളിവിടെ ഇങ്ങനെ ജോലിയിൽ ഫുൾ ടൈം എംപ്ലോയി ആയി നിൽക്കുന്നതും അവർക്കൊരു ഡെഡ് വെയിറ്റ് പോലെയാണ്. അപ്പം ഇതെല്ലാം കൂടി ആലോചിച്ച് ഇവള് സങ്കടത്തിൽ അവിടെ നിന്ന് പോകുന്നത് വന്നിട്ട് നമ്മുടെ സാക്കി കാണും. പക്ഷെ സാക്കിക്ക് അറിയത്തില്ല അവൾ ഈ കാര്യം ആലോചിച്ചിട്ടാണ് സങ്കടപ്പെടുന്നതെന്ന്. ഇനിയാണെങ്കിൽ ആ ഒരു ഓഫീസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ സാക്കി ചെന്നിട്ട് റാഗറോട് ചോദിക്കും, എന്ത് പറ്റി, നീ ഇന്ന് മൊത്തം മൂഡ് ഔട്ട് ആണല്ലോ, നിനക്കൊരു എനർജി ഒന്നും ഇല്ലെന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയാം, അതൊന്നുമില്ല, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, അതൊന്നും ഇല്ലെന്ന് പറയാം കേട്ടോ. അപ്പോൾ എടുത്തോണ്ട് സാക്കി പറയുന്നത്, ഞാൻ ഒരു ബുക്കിൽ വായിച്ചതാണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമില്ലേ നീ ചോദിക്കാതെ എന്താ അങ്ങനെ ചോദിച്ചതെന്ന്. പക്ഷെ നീ ഇപ്പം എന്താ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു പ്രശ്നമില്ലെന്ന്, അപ്പോൾ നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, സത്യം പറ, എൻ്റെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നെഞ്ചത്ത് ചേർത്ത് കിടത്തിയിട്ട് പറയുവാണ്, നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നീ അത് ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന യാതൊരു നിർബന്ധമില്ല, എൻ്റെ കൂടെ ഷെയർ ചെയ്യും, അപ്പം നിൻ്റെ അത്രയും ഒരു ഭാരം വന്ന് കുറഞ്ഞ് കിട്ടത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ തുറന്ന് പറയാവുന്ന രീതിക്ക് പോകും. പക്ഷെ അപ്പോഴേക്കും വന്നിട്ട് സാക്കി ആരാണ്ട് വിളിക്കുന്നുണ്ട്, അവൻ അവിടെ നിന്ന് പോവാണ്. എന്നിട്ടാണെങ്കിൽ നമ്മൾ നൊറാക്കുറ ആലോചിക്കട്ടെ, കസൂയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുവാണ്. അവൾക്ക് ആദ്യം മനസ്സ് മാറിയെങ്കിലും പിന്നെ കസൂയെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഓക്കെ റെസിഗ്നേഷൻ കൊടുക്കാൻ തന്നെ അവൾ ലാസ്റ്റ് ഡിസൈഡ് ചെയ്തിട്ടും പിറ്റേന്ന് റെസിഗ്നേഷൻ ലെറ്റർ വന്നിട്ടും നമ്മുടെ സാക്കിയുടെ മുന്നേ കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പറയുവാണ്, ഞാൻ ഇങ്ങനെ ജോലി മാറി പോകുന്നത് എൻ്റെ പഴയ ബോസ് തന്നെ വിളിച്ച ആൾ പുതിയതായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെ ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് എനിക്കൊരു ജോലി തരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം അല്ലേ അത് നടക്കാൻ പോകാമെന്ന രീതിക്കൊക്കെ ഇവൾ സംസാരിക്കുമ്പോൾ സാക്കിയും വിചാരിക്കും, ഓക്കെ അവളുടെ ഇഷ്ടമല്ല, ഇപ്പോൾ അവനെന്തോ പറയാനാ, അവനാണെങ്കിൽ ഇവളെ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും അവൻ പറയാതെ ശരി എന്നാൽ നിൻ്റെ ഇഷ്ടത്തിനായി ഞാനിപ്പോൾ തൽക്കാലം ഇത് വാങ്ങിച്ചു വെച്ചേക്കാം, എന്നാൽ അവർ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ലാസ്റ്റ് ഡേ എന്നാന്നൊക്കെ നീ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന സമയത്ത് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാം. ആക്ച്വലി വന്നിട്ട് ഇവൾക്ക് നല്ല സങ്കടം വരുന്നുണ്ട്, കരച്ചിൽ വരുന്നുണ്ടെങ്കിലും അതൊന്നും അവൻ്റെ മുന്നേ കാണിക്കത്തില്ല കേട്ടോ. എന്നിട്ടാണെങ്കിൽ പുറത്തിറങ്ങിയ ശേഷം അവൾ സ്വയം ആശ്വസിപ്പിക്കും, ഞാനിപ്പോൾ ചെയ്താൽ കറക്റ്റ്, കാരണം അവൻ്റെ ലൈഫിൽ അതായിരിക്കും അവന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവൾ റോഡിലൂടെ ഇറങ്ങി നടക്കുന്ന സമയത്ത് കസൂയുടെ കയ്യിൽ നിന്ന് ഇവൾക്കൊരു കോൾ വരുവാണ്. എന്നിട്ട് അവൻ ചോദിക്കണം, എന്തോ നീ നല്ലപോലെ ആലോചിച്ചോ, ഡിസിഷനൊക്കെ എടുത്തോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൾ എന്തോ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് നേരെ സീൻ കട്ടായിട്ട് നമുക്ക് നേരെ കാണിക്കുന്നത് നമ്മുടെ സാക്കിയുടെ ഓഫീസിലാണ്. അവിടെ വന്നിട്ട് ഇവനിങ്ങനെ റെസിഗ്നേഷൻ ലെറ്റർ പിടിച്ചിരിക്കുന്ന സമയത്ത് ആ പാർട്ട്ണർ ചെറുക്കൻ വന്ന് കണ്ടിട്ട് ഞെട്ടി ചോദിക്കണം, എന്ത് പറ്റി, അവൾ എന്തിനാ ഇപ്പോൾ റെസിഗ്നേഷൻ ലെറ്റർ തന്നേന്ന് ചോദിക്കാം. അപ്പോൾ ഇവൻ ഇത് പറയുന്നത് കേട്ടിട്ട് ബാക്കി 2 സ്റ്റാഫ്സും വന്നിട്ട് ആകെ ഞെട്ടി തിരിച്ചിട്ട് എന്ത് പറ്റി ഇവൾക്ക് പെട്ടെന്ന് റെസിഗ്നേഷൻ തന്നിട്ട് പോയല്ലോ എന്ന് പറയാം കേട്ടോ. മാത്രമല്ല അതിലൊരു ലേഡി ഉണ്ടല്ലോ സ്റ്റാഫ്സിൽ, അവിടെ പറയണം, ദൈവമേ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കാര്യം ആ കഷ്ടത്തിലാവുമല്ലോ, ശരിക്കും പറഞ്ഞാൽ നൊറാക്കുറ ഉണ്ടായതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യവും കറക്റ്റ് ആണെന്ന് പോയത്, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുള്ള രീതിക്കാണ് ആ ഒരു ലേഡി സംസാരിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമേ ആയിട്ടുള്ളെങ്കിൽ പോലും അവളുടെ ആ ഒരു പ്രസൻസ് എല്ലാവർക്കും അത്രയും വലിയൊരു ഇതായിരുന്നു, അവളുടെ ഹെൽപ്പ് വന്ന് അവർക്ക് അത്രയും വലിയൊരു ഹെൽപ്പും ആയിരുന്നു. പക്ഷേ ഇത് വന്ന് നമ്മൾ നൊറാക്കുറയ്ക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ ഈ സമയത്ത് അവിടെ ഒരു കോൾ വരും കേട്ടോ. അപ്പോൾ ആ ഒരു ചെറുക്കൻ വന്നിട്ട് സ്റ്റാഫ്സിലൊരു ചെറുക്കനുണ്ട്, അവൻ ചെന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വിളിക്കുന്നു വന്ന് കസൂയ കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവൻ സ്പീക്കർ ഇട്ടിട്ട് ബാക്കിയുള്ളവരോട് സംസാരിക്കുകയാണ്. ഈ സെയിം ടൈമിൽ
നമ്മുടെ നൊറാക്കുറെ കാണിക്കുക. അവള് പാർക്കിലൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിക്കുക, ദൈവമേ ഇവ കസൂയയുടെ അടുത്ത് അവൾ നോ പറഞ്ഞ് ജോലിക്ക് പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് കസൂയയുടെ അടുത്ത് പറഞ്ഞ്. പക്ഷെ ഇവിടെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തും ചെയ്തു. ഇപ്പോൾ അവൾ സത്യം പറഞ്ഞ ഒരു ജോലിയും കൂലിയില്ലാതിരിക്കുമല്ലേ. അതിങ്ങനെ ആലോചിച്ചിട്ട് ലാസ്റ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ കാരണം ഒരാൾക്ക് എന്തായാലും ഒരു ഭാരമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ സമാധാനിച്ച് തിരിച്ച് ഓഫീസിൽ വരും കേട്ടോ. ഓഫീസിൽ വരുമ്പോൾ അവിടെ കസൂയ ഇരുന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സാക്ക അവിടെയുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ നോക്കി തന്നെയാണ് എല്ലാവരും ഇരുന്നുകൊണ്ടിരിക്കുന്നത്. നേരെ ചെല്ലുന്ന സമയത്ത് സാക്ക ചോദിക്കുവാണ്, നീ ഇപ്പം എനിക്കൊരു എക്സ്പ്ലനേഷൻ തന്നേ പറ്റത്തുള്ളൂ, നീ ഇവിടെ തന്നെ നിൽക്കുവാണെന്നല്ലോ കസൂയയുടെ അടുത്ത് പറഞ്ഞേ, പിന്നെ നീ എന്തിനാ ഈ എല്ലാവരുടെ അടുത്തും കള്ളം പറയുന്നേ എന്ന് ചോദിക്കുന്ന സമയത്ത് ലാസ്റ്റ് നമ്മുടെ നൊറാക്കുറയ്ക്ക് വേറെ വഴിയില്ലാതെ അവൾ നടന്ന കാര്യമില്ലെന്ന് തന്നെ പറയും കേട്ടോ. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇവരുടെ നല്ലതിന് വേണ്ടിയാണ് അവൾ ഇത്രയും ചെയ്തിട്ടുള്ളത്. ആ സമയത്താണെങ്കിൽ ആ സ്റ്റാഫ്സിൽ ലേഡി ഉണ്ടല്ലോ, അവൾ കയറി വന്നിട്ട് വേണം സത്യം പറയട്ടെ നൊറാക്കുറ, നീ ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒരു കാര്യം നടക്കത്തില്ല, നീ ഒറ്റ ഒരാളുണ്ടായതുകൊണ്ടാണ് എൻ്റെ എല്ലാ കാര്യം സ്മൂത്തായി പോയിക്കൊണ്ടിരുന്നത്, നീ ഇപ്പം ഇല്ലെന്ന് പറയുമ്പോൾ ഞാൻ ഇനി എങ്ങനെ ഇത്രയും വലിയ ഭാരോടുത്ത് തലവെക്കുന്നത് നീ പറയുന്നത്. ബാക്കി എല്ലാവരും ഇവിടെ പോയി സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ പറയുന്ന സമയത്തും പിന്നെ കസൂയയ്ക്ക് വേറെ വഴിയില്ല. അപ്പോൾ കസൂയ പറയണം, ഓക്കെ നിങ്ങളുടെ ഫൈനൽ ഡിസിഷൻ അതാണെങ്കിൽ ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നതിന് കാര്യമില്ല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് കസൂയ അവിടെ നിന്ന് പോകാട്ടോ. അപ്പോൾ ലാസ്റ്റ് വന്നിട്ട് നമ്മൾ നൊറാക്കുറ സമ്മതിക്കണം, ഓക്കെ എന്നാൽ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തേക്കാമെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടും നിൽക്കുവാണ്. മാത്രമല്ല എല്ലാവരും ഭയങ്കര ഹാപ്പി. ലാസ്റ്റ് വന്നിട്ട് ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയില്ലേ. അപ്പോൾ സാക്ക പറയാണ്, നീ ഒരു ഇഡിയേറ്റാണെന്ന് പറഞ്ഞിട്ട് തലയ്ക്ക് ഒരു കൊട്ടും കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് അകത്ത് പോകട്ടെ. അപ്പോൾ അകത്ത് പോകുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ ചെറുതായി ചിരിയൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് ആ പാർട്ട്ണർ വന്നിട്ട് പറയണം, ആക്ച്വലി അവൻ ഇങ്ങനെയൊക്കെ അഭിനയിച്ചോട്ടെ, പക്ഷെ അവന് സത്യം പറഞ്ഞാൽ നീ ഇവിടെ നിന്നിൽ അവന് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞിട്ട് പാർട്ട്ണർ അകത്ത് പോകാട്ടോ. എന്നിട്ട് അകത്ത് ചെന്ന് പാർട്ട്ണർ വന്ന് സാക്കിയോട് ചോദിക്കണം, ആക്ച്വലി അവൾ നിന്നേലേ നിനക്ക് സന്തോഷം ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് സാക്കി പറയണം, പിന്നെ അല്ലാതെ നമ്മുടെ കമ്പനിയുടെ എല്ലാ കാര്യം സ്മൂത്തായിട്ട് പോകത്തില്ല, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാന്ന് പറയാം കേട്ടോ. അപ്പോൾ പാർട്ട്ണർ വേണേ, നീ എന്തിനാ മോനെ ഇങ്ങനെ ചുമ്മാ കള്ളം പറയുന്നത്, ആ കാര്യം കൊണ്ടൊന്നുമല്ല, നിനക്ക് സത്യം പറഞ്ഞാൽ അവളുടെ പ്രസൻസ് നിനക്ക് ഇഷ്ടമാവുന്നില്ലേ കുറച്ചൊക്കെ, എന്തുമായാലും നിനക്ക് വേണ്ടി ഒരാൾ നിൻ്റെ സൈഡിലുണ്ടാവണമെന്ന് നീ ഇപ്പോഴെങ്കിലും ആഗ്രഹിച്ചു തുടങ്ങിയില്ലേ, അത് തന്നെ എനിക്ക് മതിയെന്നും പറഞ്ഞിട്ട് ആ പാർട്ട്ണർ ചെറുക്കൻ അവിടെ നിന്ന് പോവാട്ടോ. നമ്മുടെ സാക്കി എന്ത് ചെയ്യുന്നറിയോ, ഇവൾ ആ റെസിഗ്നേഷൻ ലെറ്ററും എടുത്തിട്ട് പിച്ച് ചീന്തി കളയുക കേട്ടോ. കസൂയുടെ കയ്യിൽ നിന്ന് നമ്മുടെ സാക്കിക്ക് ഒരു മെയിൽ വരുന്നുണ്ട്. അത് കണ്ട് അവൻ കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. പിറ്റേന്ന് രാവിലെ വന്നിട്ട് ഇവൻ ചെന്ന എല്ലായിടത്തും പറയുകയാണ്, ഞാൻ ഡിസൈനിങ് നിർത്തി വെച്ചില്ലായിരുന്നു, അത് വന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ഒരുമാതിരി ഇവനെ നോക്കുക കേട്ടോ. അപ്പോൾ സാക്ക പറയുകയാണെങ്കിൽ എനിക്ക് നല്ല വൃത്തിയായിട്ട് മനസ്സിലായി, ഞാൻ തന്നെയാണ് നിങ്ങളടുത്ത് എൻ്റെ പാസ്റ്റിനെ പറ്റിയൊന്നും സംസാരിക്കരുതെന്നും ഡിസൈനിങ്ങിനെ പറ്റിയൊന്നും സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ എനിക്കൊരു ജോബ് കിട്ടി, അപ്പോൾ അത് ഗിവ് അപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് മാത്രം എടുത്ത് നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കേണ്ടെന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ സാക്കി കസൂയെ മീറ്റ് ചെയ്യാനായിട്ട് പോകും. ആ സമയത്ത് ഇവനൊരു കാര്യം ആലോചിക്കുകയാണ്. ആക്ച്വലി അന്ന് ആ ഒരു പ്രശ്നം ഉണ്ടായില്ലേ, കസൂയ വന്നിട്ട് നമ്മുടെ നൊറാക്കുറ വന്നിട്ട് ഈ ഒരു ജോലി കളഞ്ഞ് പോവുക, അങ്ങനെ ഒരു വിഷയം ഉണ്ടായല്ലോ. അന്ന് വൈകിട്ട് കസൂയ വന്നിട്ട് നമ്മുടെ സാക്കി വീട്ടിൽ ചെന്ന് മീറ്റ് ചെയ്തിട്ട് ഇവനെ കുറച്ച് ഭീഷണിപ്പെടുത്തുന്ന പോലെ ബ്ലാക്ക് മെയിൽ ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ കുറച്ച് സംഭവം പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നൊറാക്കുറ വന്നിട്ട് ഇവൻ്റെ കമ്പനി വർക്ക് ചെയ്തിരുന്ന സമയത്തും കസൂയ പറഞ്ഞതിൻ്റെ പേരിൽ നൊറാക്കുറ കുറച്ച് കാൽക്കുലേഷൻസിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യവും പുറത്തു വിടുവാണെങ്കിൽ നമ്മുടെ നൊറാക്കുറയുടെ മേലിൽ കുറച്ച് കേസൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരെ എടുത്തെങ്കിൽ കസൂയയ്ക്ക് വേണ്ടി ഇവൻ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ രീതിക്കുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് അവൻ അവിടെ വെച്ച് നിർത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവൻ പറയുകയാണ്, സാക്കി പറഞ്ഞാൽ ഞാൻ എന്തോരം ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഡീലാക്കിയിട്ട് ആ ഒരു ജോലിയെ പറ്റി സംസാരിക്കാനാണ് ഇന്ന് വന്നിട്ട് നമ്മുടെ സാക്കി വന്ന് കസൂയെ കാണാനായിട്ട് പോകുന്നത്. ഈ ഒരു സെയിം ടൈമിൽ വന്നിട്ട് നമ്മുടെ നൊറാക്കുറയെ കാണിക്കുക കേട്ടോ. നൊറാക്കുറ വന്നിട്ട് അവിടെ ആ എംപ്ലോയീസിൽ ഒരു ചെറുക്കനുള്ളൂ, അവൻ്റെ അടുത്ത് പറയണം, എന്തുവായാലും നിങ്ങൾ പറഞ്ഞായിരുന്നു ഡിസൈനിങ്ങിനെ പറ്റിയൊന്നും എൻ്റെ അടുത്ത് സംസാരിക്കരുത്, ഇപ്പം എന്തുവായാലും ആൾ ഡിസൈനിങ് റീസ്റ്റാർട്ട് ചെയ്തല്ലോ, ആളുടെ ലാസ്റ്റ് ഡിസൈൻ ഒന്ന് എനിക്ക് കാണിക്കുമെന്ന് പറയുന്ന സമയത്ത് ഇവൻ ആ ഡിസൈനിങ് എടുത്ത് കാണിക്കുക. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ടില്ലേ ഒരു പെങ്കൊച്ചും ഒരു ഡോഗിനെ പിടിച്ചിരിക്കുന്നൊരു ഫോട്ടോ, അതായിരുന്നു അവൻ്റെ ലാസ്റ്റ് ഡിസൈൻ. അപ്പോൾ അത് വന്നിട്ട് ഇവർ കാണിക്കുവാണ്. ഈ ഒരു സെയിം ടൈമിലാണ് കസൂയും അതുപോലെ സാക്കി ഇരിക്കുന്നത്. അവർ വന്നിട്ട് അവർ ഫ്യൂച്ചർ ജോബിലുള്ള ഡിസൈനിങ്ങിൻ്റെ കാര്യങ്ങളെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാണ്. അന്ന് രാത്രിയാണെങ്കിൽ കുറേ ലേറ്റ് ആയിട്ട് നമ്മുടെ സാക്കി കാണാനില്ല ഓഫീസിൽ കിട്ടുക. അപ്പോൾ അവളുടെ ടൈം ആയതുകൊണ്ട് അവളെ ഇറങ്ങാമെന്ന് വെച്ച് നോക്കുന്ന സമയത്താണ് നമ്മുടെ സാക്കി അവിടെ വന്നിട്ട് പെയിൻ കാരണം പൊളഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവളടുത്ത് ചെന്ന് എന്തോ ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന സമയത്ത് അവൻ പറയുകയാണ്, നീ എങ്ങനെയെങ്കിലും എൻ്റെ ഓയിൽമെൻറ്റ് ഒന്ന് തടവി അത്രയും മതിയെന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഇവളാണ് അവനെ ഓയിൽമെൻറ്റ് എല്ലാം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് കഴിയുന്ന സമയത്ത് ഇവനാണെങ്കിൽ ഇവളെ കയറി കിസ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇവന് ബോധം വരുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്തതെന്ന്. അപ്പോൾ ഇവൻ മാറി നിന്നിട്ട് പറയുകയാണ്, സോറി എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവൾക്ക് വന്ന് ഇവനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഇവനറിയാം. എന്നിട്ട് ഇവനൊരു കാര്യം പറയണം, ഇവൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാൻ വേണ്ടി തന്നെ പറയുകയാണ്, എനിക്ക് വന്ന് നിന്നെ പേഴ്സണലി ഇഷ്ടമൊന്നുമില്ല, എനിക്ക് വന്ന് നിൻ്റെ മുടി മാത്രം ഇഷ്ടം, അത് മാത്രമാണ് എനിക്കിഷ്ടമല്ല, നിന്നോട് ഒരു തരത്തിലുള്ള ഫീലിങ്സും എനിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവളെ തലയിൽ ഇവൻ കൊടുത്തൊരു ബണ്ണ് കാണുമല്ലോ, അതങ്ങ് ഊരിക്കളയോ കേട്ടോ. നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
നൂറാക്കുറിക്ക് നല്ല സങ്കടമായി. കാരണം ഇവളെ അങ്ങ് റിജക്റ്റ് ചെയ്ത പോലത്തെ ഒരു അവസ്ഥയല്ലേ. അപ്പോൾ ഇവൾക്ക് അങ്ങ് സങ്കടം വന്നിട്ട് ഇവള് പറയുകയാണ് ഇത്രയും ലേറ്റ് ആയില്ലേ, ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുറത്ത് വരിക. പുറത്ത് വന്നതിന് ശേഷം ഇവൾ ആലോചിക്കുകയാണ് അവനിപ്പോൾ എന്നെ റിജക്റ്റ് ചെയ്യല്ലേ ചെയ്ത്. മാത്രമല്ല അവൻ എന്താ പറഞ്ഞേ, എൻ്റെ മുടി മാത്രം അവന് ഇഷ്ടം, അപ്പോൾ എന്നോട് അവനൊരു ഇഷ്ടവും ഇല്ല അല്ലേന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നത്. ഇനി പിറ്റേന്ന് രാവിലെ കാണിക്കട്ടോ. പിറ്റേന്ന് രാവിലെ നമ്മുടെ നൊറാക്കുറ വന്ന് ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ട് വന്നേക്കും കേട്ടോ. അതിനുശേഷം അന്ന് വൈകിട്ടും ആ പാർട്ട്ണറിൻ്റെ കൂടെയാണ് കുറച്ച് ഡ്രിങ്ക്സ് കഴിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, ഇവൾക്കാണെങ്കിൽ ഹൃദയിച്ചിട്ട് ഉടഞ്ഞൊരു അവസ്ഥയാണ്. അപ്പോൾ പാർട്ട്ണറുടെ അടുത്ത് നടന്ന കാര്യമൊക്കെ പറയുന്ന സമയത്തും പാർട്ട്ണർ പറയുന്നത് അപ്പോൾ നീ പറയുന്നത് അവൻ നിന്റെ മനസ്സ് ഉടച്ചെന്നാണോ നീ പറഞ്ഞു വരുന്നത്, അപ്പോൾ നീ അവൻ്റെ മേലെ ഗീവ് അപ്പ് ചെയ്യാൻ പോവുകയാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ നൊറാക്കുറ പറയുകയാണ് ഓ ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഗീവ് അപ്പ് ചെയ്യരുതെന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കി തന്ന ആളാണ് നമ്മുടെ സാക്കിസാക്ക. മാത്രമല്ല എന്നെ ഒരിക്കലും ചതിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് വാക്ക് വന്ന് എന്നെ ഇത്രയും പ്രൊട്ടക്ട് ചെയ്ത് നോക്കിയ ഒരാളെ ഞാൻ അത്രയും പെട്ടെന്ന് ഗീവ് അപ്പ് ചെയ്യുമോ, ഞാൻ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ട്ണർ ചോദിക്കണം ഓക്കെ കാര്യം വന്നത് ഞാൻ നിന്നെ വിടുന്നത്, നിങ്ങൾ എത്രത്തോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നോ അത്രത്തോളം അവൻ നിന്നെ ഹേർട്ട് ചെയ്യാതിരിക്കും. അത്രയും മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നത്. കാരണം പാസ്റ്റിനെ പറ്റി ഇപ്പോൾ പറയാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല എന്ന് നല്ല വൃത്തിയായിട്ട് ആ ഒരു പാർട്ട്ണർക്ക് അറിയാം. അപ്പോൾ നൊറാക്കുറ പറയാണ് ഞാൻ അവനെ ഹേർട്ട് ചെയ്യാത്തിടത്തോളം കാലം എനിക്കൊരു പ്രശ്നവും ഇല്ലെന്നും. ഇനി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണെങ്കിൽ ഇവൾ വന്നിട്ട് കുറച്ച് ഡോക്യുമെന്റ്സിൽ അടുക്കി വെക്കുന്ന സമയത്ത് ഒരു ഡോക്യുമെന്റ് കണ്ടിട്ട് ഷോക്ക് ആവും കേട്ടോ. അന്ന് വൈകിട്ട് ആ ഒരു ഡോക്യുമെന്റിനെ പറ്റി ചോദിക്കാനായിട്ട് അവളൊന്ന് സാക്കിയുടെ അടുത്ത് പോവാണ്. ആ ഡോക്യുമെന്റ് വേറെ ഒന്നുമല്ല, ഇവൻ വന്നിട്ട് കസുവയുടെ കൂടെ ഒരു അഗ്രിമെന്റ് ഇട്ട് കാണും ഡിസൈനിങ് ചെയ്യാനും. അപ്പോൾ ഇത് കാണുമ്പോൾ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് കസുവ എന്തോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഇവനെ കൊണ്ട് നിർബന്ധിച്ച് ഡിസൈൻ ചെയ്യിപ്പിക്കാമെന്ന് മനസ്സിലായിട്ട് ചെന്ന് ചോദിക്കുന്ന സമയത്തും നമ്മുടെ സാക്ക പറയുകയാണെങ്കിൽ അത് നീയുമായിട്ടൊരു ബന്ധമില്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ല എനിക്ക് നിന്റെ മേലെ ഫീലിങ്സ് ഒന്നുമില്ല, എനിക്കൊന്നിൻ്റെ മുടി മാത്രമായിരുന്നു ഇഷ്ടം, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് പറയുന്ന സമയത്തും ഇവള് പറയണില്ല എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുമ്പോൾ പറയണം നീ ദയവ് തന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടാവോ അത്ര മാത്രം ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് അവൾ അവിടെ നിന്ന് വരുവാ കേട്ടോ. ഇനിയാണെങ്കിൽ പിറ്റേന്നാണെങ്കിൽ കസുവയുടെ കയ്യിൽ നിന്ന് ഒരു കോള് വരുവാ കേട്ടോ. നമ്മുടെ സാക്കി ഈ ഒരു ഡിസൈനിങ് പ്രൊജക്റ്റ് അവൻ വന്ന് ക്യാൻസൽ ചെയ്യുവാന്ന്. അപ്പം നമ്മുടെ സാക്കി ആലോചിക്കുമ്പോൾ ഭയങ്കര നിർബന്ധം പിടിച്ചിട്ടാണല്ലോ എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യം പറഞ്ഞത്. പക്ഷെ ഇപ്പം പെട്ടെന്ന് അവൻ ക്യാൻസൽ ചെയ്യാന്ന് പറയുമ്പോൾ അതിനെന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആലോചിക്കുമ്പോഴാണ് ഇവനെ ഓർമ്മ പക്ഷേ ആ ഇഡിയറ്റിൻ്റെ പണിയായിരിക്കും ഇതെന്ന് പറഞ്ഞിട്ട് അവളെ കാണാൻ പോവാ. ഈ സെയിം ടൈമിൽ ഒരു പാർക്കിലിരുന്നുകൊണ്ട് നമ്മുടെ നൊറാക്കുറ ആലോചിക്കട്ടെ ആക്ച്വലി ഇവൾ ചെയ്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ കയ്യിൽ അന്ന് ആ ഒരു ഇത് കണക്കിൽ മാറ്റം വരുത്തിയില്ലേ, അതിൻ്റെ ഒറിജിനൽ ഡാറ്റയും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റയും നമ്മളുടെ ഒരു കമ്പാരിസണുള്ള ഒരു പെൻ ഡ്രൈവ് ഉണ്ട് ഡാറ്റ ഫുള്ള് ഉള്ളത്. അവൾ കഷ്ടപ്പെട്ട് റെഡിയാക്കിയിട്ടും കൊണ്ടുവന്ന് കസൂയുടെ അടുത്ത് കൊടുത്തിട്ട് പറയണം ഇനി മേലാക്കും സാക്കിക്ക് ഒരു ഉപദ്രവം വരുത്തരുത്, ഞാൻ കാരണം ഒരു ഉപദ്രവം അവന് വരരുതെന്ന് പറഞ്ഞിട്ട് വന്ന് കാണും. ആ ഒരു കാരണം കൊണ്ടാണ് കസൂയ വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഈ ഒരു പ്രോജക്റ്റ് വന്ന് ക്യാൻസൽ ചെയ്യാമെന്ന് വിളിച്ചു പറഞ്ഞത്. ഇനിയാണെങ്കിൽ നമ്മുടെ സാക്കാന്ന് വന്നിട്ട് ചോദിക്കുകയാണ് നിന്റെ പണിയായിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്തത്, നീ എന്തൊരു ഇഡിയറ്റ്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്തും നമ്മുടെ നൊറാക്കുറ പറയാണ് ശരിയാണ് നിനക്ക് എന്നെ ഇഷ്ടമല്ല അതൊക്കെ ഓക്കെയാണ്, പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നീ നിന്നെ ഹേർട്ട് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ആവശ്യം, മനസ്സിലായോ, കുറച്ചെങ്കിലും നീ നിന്നെ പറ്റി ആലോചിക്കാൻ പറയുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് വന്നിട്ട് നമ്മുടെ സാക്കിസൊക്കെ പറയണം എനിക്ക് ഒരിക്കലും ഒരു എംപ്ലോയിയെ ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ നിന്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട, മാത്രമല്ല ഇങ്ങനെ ഒരാൾക്ക് സ്റ്റുപ്പിഡ് ആയിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു കാര്യം ചെയ്യും നീ എനിക്കൊരു പിങ്കി പ്രോമിസ് ചെയ്യോ, നിനക്കിനി എന്ത് പ്രശ്നം വന്നാലും നീ ഇത് ഒറ്റയ്ക്ക് നേരിടാൻ പാടില്ല, എൻ്റെ അടുത്ത് എല്ലാ കാര്യം ഷെയർ ചെയ്യുന്നത് നീ പിങ്കി പ്രോമിസ് ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മുടെ നൊറാക്കുറയും നമ്മുടെ സാക്കി പിങ്കി പ്രോമിസ് ചെയ്തു കൊടുക്കുവാണ്. നമ്മുടെ സാക്കി ഒരു ഇൻവിറ്റേഷൻ വരുവാണ്. നഗോയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗാലറി ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് ഇവൻ വന്ന് നമ്മുടെ നൊറാക്കുറയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഇനി അവിടെ ചെന്നിട്ട് മുഖ്യമായിട്ടൊരാളെ കണ്ടതിന് ശേഷം അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവൾക്ക് മനസ്സിലാവുന്നില്ല ഇവൻ എന്തിനാ ഇത്ര തിരക്കൂട്ടി പോകുന്നതെന്ന്. ഇവളും ഇവനെ ഫോളോ ചെയ്ത് തന്നെ പിന്നാലെ പോവാ കേട്ടോ. ആ സമയത്ത് ഇവൻ ചോദിക്കുവാണ് നീ ഒരു ഇഡിയറ്റ് ആണ്, എൻ്റെ അടുത്ത് നിന്ന് ഓടാൻ നിനക്ക് ഇത്രയും അവസരം കിട്ടിയിട്ടും നീ അതൊന്നും ഉപയോഗിച്ചില്ലോ, മാത്രമല്ല നീ എൻ്റെ കൂടെ നിൽക്കാതിരിക്കുന്നത് എനിക്ക് നല്ലത്, അല്ലെങ്കിൽ നീ മരിച്ചു എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇവള് പറയുവാണ് ഓ ഞാനെങ്ങനെ മരിക്കാനാ, ഞാൻ എന്തായാലും മരിക്കാനൊന്നും പോകുന്നില്ല, നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ അതിന് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ ഒന്നും പറയാതെ അവനങ്ങ് ചിരിക്കാൻ തുടങ്ങും കേട്ടോ. ആ സമയത്ത് കറക്റ്റിനൊരു കോള് വരുവാണ്, അങ്ങോട്ട് വരാമെന്ന് പറയാം കേട്ടോ. ഇപ്പോൾ അവളാകെ ഷോക്ക് ആവുകയാണ്, കാരണം ഇവനിപ്പോൾ തന്നെയല്ലേ പറഞ്ഞു നീ എൻ്റെ അടുത്ത് ക്ലോസ് ആയി കഴിഞ്ഞാൽ നീ മരിച്ചു പോകുന്നു. അപ്പോൾ ഇതാലോചിച്ച് ആകെ ടെൻഷനായി നിൽക്കുന്ന സമയത്ത് ഇവൻ പറയാണ് നീ എൻ്റെ കൂടെ വാ, എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ തറവാട് ഇവൻ്റെ ഫാമിലി എല്ലാം ഇവിടെ തന്നെയാണ്, അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവളെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ചത്തത് വേറെ ആരില്ല, മനുഷ്യനൊന്നുമല്ല, ഇവൻ്റെ ഒരു ഡോഗ് ഉണ്ട്, ഇവൻ വളർത്തിക്കൊണ്ടിരുന്ന ഡോഗാണ്. അത് വന്ന് പിന്നെ അവൻ അങ്ങോട്ട് ടോക്കിയോക്ക് മാറിയപ്പം ഇവനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് മാറിയപ്പം ഇത് വന്ന് ഇവൻ്റെ ഫാമിലിയുടെ ഇടയിൽ കൊടുത്തിട്ട് പോയതാണ് ഈ ഒരു ഡോഗ്. ആ ഒരു ഡോഗ് ചത്തുപോയി.
അങ്ങനെ ഈ സമയത്ത് ഇവന്റെ ചേട്ടൻ അങ്ങോട്ട് വരും കേട്ടോ. അപ്പൊ ചേട്ടൻ വന്നതുകൊണ്ട് തന്നെ ഇവന്റെ അടുത്ത് ചോദിക്കുന്ന കാര്യം, ഇവൻ കുറെ വർഷമായിട്ട് വന്നിട്ട് ഇവന്റെ ഈ ഫാമിലിയെ കാണാനൊന്നും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ കാര്യത്തിന്റെ സങ്കടത്തിൽ വന്ന് ഇവന്റെ ചേട്ടൻ ചോദിക്കുവാണ്, എനിക്ക് വന്ന് ചിഹാരുവിനെ നഷ്ടപ്പെട്ട ഒപ്പം തന്നെ നിന്നെയും നഷ്ടപ്പെട്ടെന്ന്. വേറെ ഒന്നുമല്ല, നമ്മുടെ ചേട്ടന്റെ വൈഫ് വന്ന് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വൈഫിനെയാണ് ഇവൻ വന്നിട്ട് ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇവന് മെമ്മറീസ് വന്ന് പോയിട്ടുള്ളത്. അപ്പോൾ അതിന് വെച്ച് പറയുകയാണ്, അവൾ മരിച്ചു പോയതിൻ്റെ ഒപ്പം നീ മരിച്ചു പോയെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവന് കറക്റ്റ് പ്രോപ്പറായ ആൻസർ പറയാൻ പറ്റാതെ ഇവൻ അവിടെ നിന്ന് കഷ്ടപ്പെടുക കേട്ടോ. ഇത് കണ്ട് മനസ്സിലാക്കി അവൾ പറയുകയാണ്, ഇത് കണ്ട് മനസ്സിലാക്കിയ നുറാക്കുറ പറയാണ്, നമുക്ക് ട്രെയിൻ മിസ്സായി, ഇപ്പം ഇറങ്ങിയെങ്കിൽ നമുക്ക് ട്രെയിൻ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുക. വേറെ ഒന്നുമില്ല, അവൻ വന്ന് കഷ്ടപ്പെടേണ്ടെന്ന് വെച്ചിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അവരവരുടെ സ്ഥലത്തെത്തിയിട്ട് അവർ ഓഫീസിലേക്ക് നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. പെട്ടെന്ന് അവൻ എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തറയെ വീണ് വേദന കാരണം പൊളയാൻ തുടങ്ങുന്നുണ്ട്. ഇവൾ ആകെ ടെൻഷനായിട്ടും ഇവൻ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തിട്ട് ആ ഒരു ഓഫീസ് റൂമിലേക്ക് എത്തിയിട്ട് അവളും അവിടെ തന്നെ കിടന്ന് ഉറങ്ങുക കേട്ടോ. രാവിലെ എണീക്കുന്ന സമയത്ത് ഇവനാ ഫസ്റ്റ് എണീക്കുന്നത്. ഇവനാണെങ്കിൽ അവൾക്ക് വളരെയധികം താങ്ക്സ് ഒക്കെ പറയുവാണ്. എന്നിട്ട് പറയുകയാണ്, എന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നീ കാണരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ ഇന്നലത്തെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, സോറി എന്നൊക്കെ പറയുവാണ്. പക്ഷെ നമ്മൾ സത്യം പറയുന്നത് നൊറാക്കുറയില്ല, അത്രയും നേരം അവളുടെ സങ്കടം അവൾ കടിച്ചമർത്തി വെച്ചിരുന്നു. അവൾ പെട്ടെന്ന് കരയാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അവൾ പറയുന്നത്, ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോകുന്നു വിചാരിച്ചെന്നും പറഞ്ഞിട്ട് ഇവൾ പെട്ടെന്ന് കരയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്നിട്ടാണെങ്കിൽ ഇവള് വന്നിട്ട് ഇവനെ ചേർത്ത് പിടിക്കുവാണ് കേട്ടോ ആ ഒരു ടെൻഷനെ. അപ്പൊ ഇവന് വന്നിട്ട് ഇവന്റെ പഴയ ലവറെ ഓർമ്മ വന്നിട്ട് ഇവള് തള്ളി മാറ്റുവാണ് കേട്ടോ. ഇനി അവിടെ നിന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ പിറ്റേന്ന് കാണിക്കുക. പിറ്റേന്ന് വന്നിട്ട് ഇവൾക്ക് വന്നിട്ട് ഇവന്റെ പാസ്റ്റ് അറിയണം കറക്റ്റ്. അതിന് വേണ്ടിയിട്ട് പാർട്ട്ണറുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയണം, ശരി ഇനിയും നിന്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്തും ആ രണ്ട് എംപ്ലോയീസ് ഉണ്ടല്ലോ അവരും കയറി വരിക. അപ്പോൾ വന്നിട്ട് ഈ ഒരു പാർട്ട്ണർ പറയണം, എന്നാൽ ശരി നിങ്ങളുടെ അടുത്ത് മറച്ചു വെക്കുന്ന കാര്യം നിങ്ങൾ 3 പേരുടെ അടുത്തും ഞാൻ എന്താണ് നമ്മുടെ സാക്കിയുടെ പാസ്റ്റ് എന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പാസ്റ്റ് പറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പം വന്നിട്ട് ഇപ്പം എങ്ങനെയാണോ അതേപോലെ തന്നെ ഇന്ന് പണ്ടും ഇവൻ വന്നിട്ട് വളരെ കുറച്ചൊക്കെയാണ് ഫാമിലി വന്നിട്ട് മീറ്റ് ചെയ്യാനൊക്കെ പോകുന്നത്. പക്ഷേ എങ്കിൽ ഇവളുടെ ചേട്ടൻ്റെ വൈഫ് എന്ന് പറയുന്നത് ആളുടെ പേരാണ് ചിഹാരു. അപ്പം ചിഹാരു അതുപോലെ തന്നെ ഇവൻ്റെ ചേട്ടനും വന്ന് ചെറുപ്പം തൊട്ടേ നല്ല ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അങ്ങനെയാണ് അവർ മാരേജ് ചെയ്തതും. പക്ഷേ എന്നിരുന്നിട്ടും കൂടി ഇവൻ്റെ ചേട്ടൻ്റെ വൈഫായിട്ടും കൂടി ഇവന് വന്നിട്ട് ആ ചിഹാരുവിൻ്റെ മേലൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവളെ മീറ്റ് ചെയ്യണല്ലോ എന്നൊക്കെ വെച്ചിട്ട് ഇവൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുമായിരുന്നു, ഡോഗിനെ കൊണ്ടു കൊടുക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം വന്നിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഫാമിലിയുടെ കൂടെയല്ല താമസിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം മാറി ഇവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം വന്നിട്ട് അവിടെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ടായിട്ട് ഇവൻ്റെ ചിഹാരു മീൻസ് ചേട്ടത്തിയമ്മ ആ ഒരു ഭാഗത്ത് വന്നിട്ട് മഴ നനഞ്ഞിട്ട് ഇവൻ്റെ വീട്ടിൽ വന്ന് കയറുക കേട്ടോ. വന്ന് കയറിയിട്ടും ഇവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പോരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. അവൾ വന്നിട്ട് അവളുടെ ആ ഒരു ഷോയുടെ ഡയറക്ടറിൻ്റെ കൂടെ വന്നിട്ട് തെറ്റ് ചെയ്തെന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവന് ആകെ മൊത്തത്തിൽ ഷോക്ക് ആവുക. കാരണം ഇവൻ്റെ ചേട്ടനെ ചീറ്റ് ചെയ്തേക്കുക. മാത്രമല്ല ഇവന് വന്നിട്ട് ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ്റെ വൈഫ് എന്നുള്ളവർ ഇവന് വന്നിട്ട് ഭയങ്കര ഒരു രീതിക്കുള്ളൊരു പ്രണയമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവള് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയാനും അതുപോലെ തന്നെ ഞാൻ ചെയ്ത് വലിയ തെറ്റാന്ന്, എൻ്റെ ചേട്ടനോട് ചെയ്ത് തെറ്റാന്നൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പറയുന്ന സമയത്തും ഇവൻ ചെന്ന് ഇവളെ കിസ് ചെയ്യുവാണ്. വേറെ ഒന്നുമല്ല, ഇവന് ഇവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഈ സമയത്ത് ആ പെണ്ണ് അതിന് തടസ്സമൊന്നും പറയുന്നില്ല കേട്ടോ. അതിനുശേഷം ഇവളെ തിരിച്ചു വന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് കൊണ്ടാക്കാനായിട്ട് പൂന്തിവനാണ് കാറിൽ. ആ സമയത്താണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. മാത്രമല്ല ഇങ്ങനെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയിട്ട് വിസിറ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് എടുത്തൊരു ഫോട്ടോയാണ് അവൻ്റെ ലാസ്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തേക്കുന്നത്. ഇവളിങ്ങനെ ആക്സിഡൻ്റായി മരിച്ചതിന് ശേഷം ഇവൻ്റെ മൈൻഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കാരണം അവൾ മരിച്ചത്, ഇവനാണ് ആ ഒരു കൊലപാതകത്തിന് കാരണം എന്നുള്ള രീതിക്കൊക്കെയാണ് ഇവൻ മൈൻഡിൽ ചിന്തിച്ചു കൂട്ടി വെച്ചേക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ നൊറാക്കുറയെ വളരെയധികം ഇവൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. ആ ഒരു ഇതിന്ന് മൂവ് ഓൺ ആവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറയുവാണ് കേട്ടോ. ചിഹാരു മരിച്ച ഒരു കാരണം കൊണ്ടാണ് അവൻ വന്ന് പിന്നെ അവൻ്റെ ഡിസൈനിങ് വർക്ക്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്തെന്നുള്ള കാര്യം കൂടി പറയുവാണ് കേട്ടോ. അപ്പം ഇതെല്ലാം മനസ്സിലാക്കുന്ന നമ്മുടെ ഹീറോയിൻ നമ്മുടെ നൊറാക്കുറയ്ക്കാണെങ്കിൽ ആകെ സങ്കടം, അവൾ ഇതിനെപ്പറ്റി എല്ലാം ആലോചിച്ച് നിൽക്കുവാണ്. ഇനി പിറ്റേന്നാണെങ്കിൽ നമ്മുടെ സാക്കിസഹ ഓഫീസിൽ വരുന്ന സമയത്ത് തന്നെ ഇവൻ ഓൾറെഡി അറിയാം പാർട്ട്ണർ ഇങ്ങനെ എല്ലാ കാര്യവും ഷെയർ ചെയ്ത കാര്യമൊക്കെ ഇവന് രാത്രി തന്നെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞില്ലേ, ഇത് ആകെ മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുന്നത് ആ എംപ്ലോയീസിലൊരു ലേഡി ഉണ്ടല്ലോ, അവൾക്കാട്ടെ. ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഒരു ഫാമിലി പോലെയാണല്ലോ. ഈ ഒരു കമ്പനിയിൽ ആകെ 2 എംപ്ലോയീസേ ഉള്ളായിരുന്നു, അങ്ങനെ ഇല്ലായിരുന്നു. അപ്പം ഇവർക്ക് ഇവൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഇവളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇവനെ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇവൻ്റെ ഈ പ്രശ്നങ്ങളൊന്നും ഇവൻ വന്ന് ഇവരുടെ അടുത്ത് ഷെയർ ചെയ്യാതെ ഒറ്റയ്ക്ക് അത് വന്ന് കഷ്ടപ്പെട്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം അതിൻ്റെ പേരിൽ ഇവള് വന്നിട്ട് നമ്മുടെ കുറെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയാണ്, ഞാൻ വന്ന് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാൻ പോവാണ്, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിൽ പോയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പോവാണ്. കാരണം എന്ന് വെച്ചാൽ ആളുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ആളിങ്ങനെ ഒളിപ്പിച്ച് വെച്ചില്ലേ. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ടേസ്റ്റിനും വൈബിനും ചേരുന്നൊരു ബോസ്സായിരുന്നു, എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ബോസ്സായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു കമ്പനി ചേർന്നത്. പക്ഷെ ആൾക്ക് വന്നിട്ട് ആളുടേതായ പ്രശ്നങ്ങളുണ്ട്, അതിൽ ഞാനും കൂടി ഒരു ഭാരമോ അതിൻ്റെ ആവശ്യമില്ലാന്ന രീതിക്കൊക്കെയാണ് ഇവള് കുറേ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത്. അങ്ങനെ പിറ്റേന്ന് വന്ന് റെസിഗ്നേഷൻ്റെ കാര്യം പറയുന്ന സമയത്തും ഇവൻ വന്ന് ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. അപ്പോൾ ഇവൾക്ക് സങ്കടം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇവിടെ അടുത്തൊന്ന് സ്റ്റേ ചെയ്യാൻ പോലും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ റാക്കുറയ്ക്ക് ഓൾറെഡി ഇന്നലെ സംസാരിച്ചപ്പോഴേ അറിയാവുണ്ട്. അവൾ നേരെ ചെന്നിട്ട് ഇവൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പം പറഞ്ഞു ഞാനിപ്പോൾ എന്തോ പറയാനാന്നുള്ള രീതിക്ക് പറയുന്ന സമയത്തും ഇവള് പറയുകയാണ്, അല്ല അവളിതാ പോകുന്നു, ജോലി വിട്ട് പോകുന്നു എന്ന് പറയുന്ന സമയത്തും നമ്മുടെ സാക്ക പറയാണ്, അവള് ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടതാ, നീ ആയാലും ഇവിടുന്ന് ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടതെന്ന് പറഞ്ഞ സമയത്തും സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരാൾക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. അവള് പറയാണ്, ഓഹോ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് ഇത്രയും കാലം പറഞ്ഞത്, എന്നെ ചതിക്കത്തില്ലെന്ന് പറഞ്ഞത്, എന്നെ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് ഓരോ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ചുമ്മാതായിരുന്നോ, നിങ്ങൾ എന്തോ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് ഇവള് ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് അങ്ങ് സംസാരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇത് വന്ന് പുറത്തുനിന്ന് കേട്ടിട്ട് എല്ലാവരും ഷോക്കാ, ഒരു ബോസിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണല്ലോ ഇവള് കത്തി സംസാരിക്കുന്നതെന്ന് കേട്ടോ. ഇവനെ വിളിച്ചുകൊണ്ട് ഇവള് പുറത്ത് വന്നിട്ട് പറയണം, ഇനി നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ വേഗം പറയാൻ ആ ഒരു ലേഡി എംപ്ലോയി ഇല്ലേ അവളെടുത്ത് പറയാം. അപ്പം ആ ലേഡി എംപ്ലോയി അവളുടെ മനസ്സിലുള്ള എല്ലാ കാര്യം പറയണം. ഇങ്ങനെ വന്നിട്ട് ഇവൾക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു ഫാമിലി പോലെയൊക്കെയാണ് ഇവള് കണ്ടിരുന്നത്, പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഒരു പേഴ്സണൽ കാര്യം പറയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല, അതിന് സോറി മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ അവസാനം ഒരു കാര്യം ചോദിക്കുക, എന്നെ കൊണ്ട് എന്തെങ്കിലും രീതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തും നമ്മുടെ സാക്കി അധികം കാര്യമായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു ഇതൊന്നുമില്ല, അവൻ ഇച്ചിരി ഇൻട്രോവേർട്ട് ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ അവൻ വന്നിട്ട് നമ്മുടെ നൊറാക്കറോട് ചോദിക്കും, ഞാനിപ്പോൾ എന്താ പറയേണ്ടതെന്ന് കേട്ടോ. ആ സമയത്ത് നൊറാക്കറ പറയണത് സത്യം എന്താണോ അതങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ സമയത്ത് ഇവൻ പറയുകയാണ്, എനിക്ക് വന്ന് നീ ഇവിടെ ജോലി വിട്ട് പോകുന്നത് എനിക്ക് താല്പര്യമില്ല, നീ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നത് എനിക്ക് താല്പര്യം. അപ്പോൾ അവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആവുകയാണ്. പിന്നെ അന്ന് രാത്രി ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് നമ്മൾ സാക്ക നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് അവിടെ നിന്ന് ജോലി വിട്ട് പോകുന്നതും നമ്മുടെ നൊറാക്കുറ കേട്ടോ. അവൾ വന്ന് ഇവനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നേക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, വളരെയധികം താങ്ക്സ് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഇവൻ ചോദിക്കുവാണ്, നീ എന്നാൽ ഒരു ബോസിൻ്റെ അടുത്ത് പറയാൻ പറ്റിയ വർത്താനാണോ നീ എൻ്റെ അടുത്ത് അപ്പോൾ പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവള് വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്നിട്ട് അവൻ പറയുവാണ്, നീ വേഗം പോകാൻ നോക്കും, ഞാനാണെങ്കിൽ ഒരു ചെറുക്കനായി, ഈ സമയത്തൊന്നും എന്നെ വന്ന് നീ ഇവിടെ കാണുന്നതൊന്നും ശരിയാവത്തില്ല, വല്ല തെറ്റ് സംഭവിച്ചു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുന്ന സമയത്ത് ഇവള് പറയുവാണേ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവള് തന്നെ കയറി ഇവനെ കിസ് ചെയ്ത് ഇവള് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുകയാണ്. അവൻ അന്ന് രാത്രി ആ ഒരു ഓഫീസ് റൂമിൽ തന്നെയാണ് സ്റ്റേ ചെയ്തേക്കുന്നത്. അന്ന് അവിടെ ആദ്യം കയറി വന്നിട്ട് ഇവൻ്റെ ആ ഒരു പാർട്ട്ണർ ആട്ടോ. പാർട്ട്ണർ വന്നോണ്ട് ചോദിക്കണം, എന്ത് പറ്റി ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തേ, ഇന്നലെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചോന്ന് ചോദിക്കുന്ന സമയത്തും ഇവൻ അറിയാതെ സോഫയിൽ നിന്ന് കെട്ടിമറിഞ്ഞ് വീഴുക കേട്ടോ. അപ്പോഴേ പാർട്ട്ണർക്ക് മനസ്സിലായി എന്തോ ഒന്ന് ഇവരിടയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് സാക്കി പറയണേ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സെയിം ടൈമിൽ തന്നെ നമ്മുടെ നൊറാക്കുറ ഓരോ ഓഫീസിലേക്ക് വരുന്നുണ്ട്. പക്ഷെ പാർട്ട്ണറും അതുപോലെ സാക്കിയെന്നും ഇവളെ പറ്റിയല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇവരെന്താ പറയുന്നത് അറിയാൻ വേണ്ടിയിട്ട് ആ വാതിൽ തുറക്കാതെ അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കും കേട്ടോ. അപ്പോൾ സാക്കി ഇങ്ങനെ പറയുവാണ്, എനിക്കൊരിക്കലും വേറൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ വരുന്നതിനെ പറ്റി എനിക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല, മാത്രമല്ല എനിക്ക് അങ്ങനെ സന്തോഷമായിരിക്കാനായിട്ട് എനിക്ക് എന്തൊരു യോഗ്യതയുള്ളൂ, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അങ്ങനെ സന്തോഷമായിരിക്കും യോഗ്യനല്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഈ ഒരു നൊറാക്കുറയ്ക്ക് തോന്നുകയാണ് ഇനി അവന് കൂടുതൽ വെച്ച് ഇവന് ആ ഒരു കാര്യം പറഞ്ഞ് സാഡ് അടിക്കത്തുള്ളൂ എന്ന് വെച്ചിട്ട് അവൾ വേഗം അതിനകത്തോട്ട് ഒന്നും കേൾക്കാതെ രീതിക്ക് കയറി വരും. പക്ഷെ പാർട്ട്ണർക്ക് ഏകദേശം മനസ്സിലായി ഇവളെല്ലാം കേട്ടിട്ട് തന്നെയാണ് കയറി വന്നേക്കുന്നത് കേട്ടോ. മാത്രമല്ല ഇവള് പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നപ്പോൾ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അവൻ വന്ന് ഞാൻ മുഖം കഴുകിയില്ല, മുഖം കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഇനിയാണെങ്കിൽ അവൻ മുഖം കഴുകി തിരിച്ചു വരുമ്പോഴേ പറയുകയാണ്, ഇവനെ കാണാനായിട്ടൊരു സ്പെഷ്യൽ ആളുകളുടെ മോളാണ്, അങ്ങളുടെ മോളുടെ പേര് വന്നിട്ട് സുഭാസ് എന്ന് കേട്ടോ. അപ്പോൾ അവളും ഇവിടെ വന്നേക്കും. അപ്പോൾ അവളെ വിളിച്ചിരുത്തിയിട്ട് നമ്മുടെ സാക്കി നൊറാക്കുറയും കൂടിയിട്ട് എന്താ സംഭവങ്ങൾ എന്തിനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതെന്നൊക്കെ ചോദ്യം ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സുഭാഷിക്ക് വന്നിട്ട് ഒരു അലർജി ഉണ്ട്, ഈ പൊടിയും കാര്യങ്ങളൊന്നും അവൾക്ക് പറ്റത്തില്ല, പെട്ടെന്ന് അലർജി വന്ന് അവൾക്ക് വയ്യാതാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ അമ്മ ഇവളെ പുറത്ത് ലോങ് ഒന്നും വിട്ട് പഠിപ്പിക്കാനുള്ള ഒരു ഐഡിയ ഇല്ല. ഇവൾക്കാണെങ്കിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സാക്കി അതിനെതിരൊക്കെ പറയുന്നത്, നീ ആ പപ്പയും അമ്മയും പറയുന്നത് കേൾക്കാതെ വന്നതൊന്നും ശരിയായില്ല എന്നൊക്കെ പറയുമ്പോഴും
നമ്മൾ നൊറാക്കുറയാണ് ഒരു ഉപദേശം വെക്കുന്നത്, നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ട്രൈ ചെയ്യാതെ അത് വിട്ടു കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയും കേട്ടോ. പക്ഷേ ഇത് വന്നിട്ട് നല്ലപോലെ നമ്മുടെ സാക്കിയുടെ മനസ്സേ പതിയും. അപ്പോൾ അവന് ലാസ്റ്റ് ഓക്കെ നമ്മുടെ നൊറാക്കുറ തന്നെ അങ്ങനെ പറയുന്നു, പിന്നെ എന്താണെന്ന് ശരി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാതെ ഗിവ് അപ്പ് ചെയ്യേണ്ടെന്ന് ലാസ്റ്റ് സാക്കിയും പറയുന്നിട്ട് കടന്ന് പറയുന്നത് ശരി നീ എന്തായാലും വന്നില്ല, അപ്പം എൻ്റെ വീട് ഞാൻ ഇച്ചിരി വൃത്തിയാക്കി ഇട്ടല്ല, നിന്നെ കൊണ്ടേ സ്റ്റേ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സുഭാസ പെണ്ണിനെയും ഇച്ചിരി ആശ്വാസമാവുന്നത്. ഓക്കെ ആഫ്റ്റർ ഓൾ ഈ ഒരു ചേട്ടൻ സമ്മതിച്ചല്ലോ, നമ്മളെ കൂടെ നിർത്താൻ സമ്മതിച്ചല്ലോ എന്നുള്ളൊരു ഇത് വരുന്നത്. ഇനി പിറ്റേന്നാണെങ്കിൽ ഇവൾക്ക് കുറച്ച് കോളേജസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോകണമല്ലോ. അപ്പോൾ ആദ്യം വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ സാക്ക ആദ്യം നൊറാക്കുറയുടെ കയ്യിൽ ഏൽപ്പിക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റ് വൈകിട്ടാവുന്ന സമയത്ത് ഇവൾക്ക് തിരിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ സാക്ക പറയും ശരി ഞാൻ അവളെ കൊണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ നൊറാക്കുറ ഓഫീസിൽ വരട്ടെ. അപ്പോൾ ഓഫീസിൽ വരുമ്പോഴേ പാർട്ട്ണർ ചോദിക്കുക എന്ത് പറ്റി സാക്ക എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവള് പറയുകയാണെങ്കിൽ ഇങ്ങനെ അവളെ കൊണ്ടുപോയി യാത്ര അയക്കാൻ പോയതാന്ന് പറയണം. ഇനി അന്ന് രാത്രി അവനാണെങ്കിൽ ആ പെണ്ണിനെ കൊണ്ടാക്കി ഇച്ചിരി ലേറ്റ് ആയിട്ടൊക്കെ വരുന്നേട്ടാ. അവിടെ ഉള്ളത് നമ്മൾ നൊറാക്കുറ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തും ഇവൻ അവളുടെ അടുത്ത് നിന്ന് സംസാരിക്കുവാണ്. അപ്പോൾ ഇവള് പറയുകയാണ് ശരി എന്നെ ഇഡിയറ്റിനല്ലേ എപ്പോഴും വിളിക്കാറ്, ഇനി ഇഡിയറ്റിന് തന്നെ വിളിക്കുന്നു പറയുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ മനസ്സിനകത്ത് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ ഇപ്പോൾ വല്ലാതെ അവൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല ഇവൾക്കാണെങ്കിൽ ഇവന് ഭയങ്കര ജീവനാണ്. പക്ഷേ ഇവനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു പെണ്ണിനെ മറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമല്ലേ. അങ്ങനെ ഈ സമയത്ത് ഇവനാണെങ്കിൽ ഇവളുടെ മുഖത്ത് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവൾക്കാണെങ്കിൽ പൊള്ളുന്ന പനി മാത്രമല്ല അവളപ്പം അങ്ങ് മയങ്ങി വീഴും കേട്ടോ. ഇവനാണെങ്കിൽ എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അവനാണെങ്കിൽ അവൻ്റെ കട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അതിനകത്തൊരു ബെഡുണ്ട് അവിടെ കിടത്തിയിട്ട് രാത്രി മൊത്തം ഓളം നോക്കുക. പക്ഷെ രാത്രിയിൽ ഉണർന്നിട്ടും ഇവള് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ക നിങ്ങൾ ഓക്കെ അല്ലേ എന്നാണ്. അവൾക്ക് അത്ര പനിച്ചിട്ടും അവൾ ആ ഉറക്കത്തെ വരെ ചോദിക്കുന്നത്. ഇത് അവൻ്റെ മനസ്സിൽ നല്ലപോലെ പതിയും. മാത്രമല്ല അവൻ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങുക കേട്ടോ. പിറ്റേന്ന് രാവിലെ ഇവൾ എണീക്കുമ്പോൾ ഇവളുടെ പനിയെല്ലാം ഏകദേശം മാറി ഇവളിപ്പോൾ ഒരു നോർമൽ സ്റ്റേറ്റിക്ക് ആയിട്ടുണ്ട്. എന്നിട്ട് ഇവൻ പറയണം നീ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് എനിക്ക് ഇതിൻ്റെ അടുത്ത് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കുകയാണെന്ന് പറയട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവൻ വന്ന് കുറേ പൂക്കളൊക്കെ ഉള്ളൊരു സ്ഥലം പോലുള്ള ഒരു സ്ഥലത്താണ് ഇവൾ കൊണ്ടുപോയിട്ട് ഇരുത്തുന്നത്. ഇത് പറയുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ എനിക്ക് എപ്പോഴും വന്നിട്ട് ചിഹാരുവിനെ അന്ന് ഫോട്ടോ എടുത്തില്ലേ ആ ഒരു സ്ഥലത്തെയാണ് നല്ലപോലെ ഓർമ്മ വരുന്നതെന്നൊക്കെ പറയാം. എന്നിട്ട് പറയണം ഞാൻ നിന്നെ കണ്ടപ്പോട്ട് നിൻ്റെ അടുത്ത് എന്താ കൈൻഡായിട്ട് പെരുമാറുന്നത് നീ ചിന്തിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഭയങ്കര ഒരു പോസിറ്റീവ്, എന്തൊരു നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിനകത്തൊരു പോസിറ്റിവിറ്റി കാണാൻ നിനക്ക് പറ്റിയിട്ടുണ്ട്. മാത്രമല്ല എന്തൊരു കാര്യമാണെങ്കിലും ഭയങ്കര ഒരു ഹോണസ്റ്റ് ആണ്. അതുപോലെ തന്നെ നീ ഒരു കാര്യം ഗീവ് അപ്പ് ചെയ്യത്തില്ല, പിന്നെയും ട്രൈ ചെയ്യും. നിനക്ക് എത്ര പ്രഷർ വന്നാലും നീ സർവൈവ് ചെയ്യാൻ വേണ്ടി നീ നോക്കിക്കൊണ്ടിരിക്കും. അതൊക്കെ എനിക്ക് നിൻ്റെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് അത്രയും കൈൻഡായിട്ട് പെരുമാറിയെന്നും പറഞ്ഞിട്ട് ഇവളെ കിസ് ചെയ്തിട്ട് പറയുകയാണ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവൻ പറയുകയാണ് ഞാൻ വന്നിട്ട് ചെയ്തൊരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിഹാരി മരിച്ചതിന് ശേഷം എൻ്റെ ചേട്ടനുമായിട്ട് എനിക്ക് നല്ല രീതിക്കുള്ള ഒരു റിലേഷനൊന്നുമല്ല. അവിടെ ഞാൻ പോയിട്ട് ആ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് വരാം, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൾ പറയുകയാണ് ഞാൻ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ നേരെ പോകുന്നത് വന്നിട്ട് ഇവൻ്റെ ആ ഒരു വില്ലേജിലുള്ള ഇവൻ്റെ സ്ഥലം വീട്ടുകാരൊക്കെ താമസിക്കുന്ന സ്ഥലം അങ്ങോട്ട് പോയിട്ട് ഇവൻ്റെ ചേട്ടനെ വെയിറ്റ് ചെയ്തിട്ട് സംസാരിക്കാനായിട്ട് ഇരിക്കുക. അപ്പോൾ സംസാരിക്കാൻ ഇരുന്നിട്ട് ഇവൻ്റെ കാര്യം പറയുന്നതിന് മുമ്പേ ചേട്ടൻ ഒരു കാര്യം ഇങ്ങോട്ട് പറയുകയാണ് ചേട്ടൻ വന്ന് വേറെ കല്യാണം കഴിക്കാൻ പോവാന്ന് കേട്ടോ. അപ്പോൾ ഇവനാകെ മൊത്തത്തിൽ ഷോക്കാവുക. ഒരിക്കലും വിചാരിച്ചില്ല ചേട്ടൻ വന്ന് ചിഹാരുവിനെ മറന്നിട്ട് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. പക്ഷേ ചേട്ടൻ ഇപ്പം അങ്ങനെ ഒരു ഡിസിഷനിൽ എത്തിയേക്കുമല്ലേ. മാത്രമല്ല ചേട്ടൻ വേറൊരു കാര്യം കൂടി പറയണം, അന്ന് എന്തുകൊണ്ടാണ് അവൾ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആ ഒരു ആക്സിഡൻ്റ് ആയപ്പോൾ. നിങ്ങളൊരു സിറ്റിയിലാണത് ഓക്കെ, പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരുമിച്ച് വന്നത് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ തരുമോ. അപ്പോൾ എന്തോ ഒരു തെറ്റ് നിങ്ങളുടെ ഇടയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനല്ല അവളെ വന്ന് നീ ആയിരുന്നു മാരേജ് ചെയ്യേണ്ടതെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവനെ ആകെ മൊത്തത്തിൽ ആകെ പ്രശ്നമായി. കാരണം വെച്ചാൽ ചിഹാറിനെ പറ്റിയും ഇപ്പോൾ ഇവൻ്റെ ചേട്ടൻ വന്ന് വളരെ തെറ്റായ രീതിക്കുള്ളൊരു മൈൻഡോട് കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ പറയുകയാണ് ഇല്ല ചേട്ടൻ വേണമെങ്കിൽ എന്നെ വിശ്വസിക്കാതിരിക്കും, പക്ഷെ അവളെ വിശ്വസിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് പറയുന്ന സമയത്ത് ചേട്ടൻ പറയുന്നത് നീ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട, എല്ലാ കാര്യം എനിക്ക് മനസ്സിലാവും, ഞാൻ അത്ര പൊട്ടനൊന്നുമല്ലെന്ന് പറയണം. ഇനി എന്തുവായാലും ഞാൻ അവൾക്ക് വേണ്ടി ജീവിക്കാൻ പോകുന്നില്ല, ഞാൻ വന്നിട്ട് വേറെ മാരേജ് ചെയ്ത് എൻ്റെ ലൈഫ് ഞാൻ നോക്കാൻ പോവാണ്, ഞാൻ ചിഹാറിൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും മൂവ് ഓൺ ആയെന്ന് പറയട്ടോ. ഇവരാണെങ്കിൽ ആകെ മൊത്തത്തിൽ മനസ്സടഞ്ഞു പോവാണ്. ഇപ്പോൾ ചിഹാരുവിന് വേണ്ടി ഈ ലോകത്ത് ആരും ഇല്ലല്ലോ. ഇവൻ പെട്ടെന്ന് തന്നെ ചിഹാരുവിൻ്റെ ആ ഫോട്ടോ എടുത്തൊരു പൂന്തോട്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ അവിടെ ചെന്ന് ഇതെല്ലാം ആലോചിച്ചിട്ട് കിടന്ന് കരയാൻ തുടങ്ങണം. പക്ഷേ ഇവൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി നൊറാക്കുറ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവൾക്ക് വേണ്ടിയെങ്കിലും ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകണം എന്ന് പറയാം. ആ ദേഷ്യത്തെ അവിടെ നിന്ന് കരഞ്ഞ് കൈയൊക്കെ തറയിടിക്കുക കേട്ടോ. ആ ഒരു ദേഷ്യമൊക്കെ അതേ തീർക്കുവാണ്. അവസാനം അവനൊരു ഡിസിഷൻ എടുക്കുവാണ്. എന്നിട്ട് അവൻ റിട്ടേൺ പോയി കഴിഞ്ഞിട്ട് ചിഹാരു അന്ന് മോർണിംഗ് വരുന്ന സമയത്ത് ഇവള് പറയുകയാണ് എനിക്ക് നിൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് കുറച്ച് കാര്യം സംസാരിക്കുന്നത് വളരെ അർജൻറ്റാണ്, ഓഫീസ് കഴിഞ്ഞോണ്ട് നീ എന്നെ ഒന്ന് മീറ്റ് ചെയ്യണം, നമുക്ക് സംസാരിക്കാമെന്ന് പറയുവാണ്. എന്നിട്ടാണെങ്കിൽ ഇവള് വന്നിട്ട് കയ്യിൽ ഇച്ചിരി മുറിവൊക്കെ ആയതുകൊണ്ട് ഇവൻ വന്ന് തറയിലൊക്കെ ഇനി തട്ടി കറങ്ങിയിട്ടുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇവള് അതിനുള്ള മരുന്നൊക്കെ വെച്ചിട്ട് ആ തുണിയെല്ലാം വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുവാണ് എൻ്റെ ചേട്ടൻ വന്ന് വേറെ കല്യാണം കഴിക്കാൻ പോവാണ് എന്നുള്ള കാര്യം, നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ട് പറയാണ് എനിക്ക് വളരെയധികം സോറിയുണ്ട്,
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനി നിൻ്റെ കൂടെ റിലേഷൻഷിപ്പിലായിരിക്കാൻ സാധിക്കത്തില്ല, ചിഹാരുവിന് ആരും ഇല്ലാണ്ട് ഞാൻ അവൾക്ക് വേണ്ടി ജീവിക്കാൻ പോകാമെന്ന് പറയാം. അപ്പോൾ സത്യം പറയാം, നമ്മൾ നൊറാക്കുയുടെ ഒരു അവസ്ഥ ഒന്നും ആലോചിക്കണം. ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇഷ്ടവനോ അതൊക്കെ ഓക്കെ, റിലേഷൻഷിപ്പിലായിട്ട് അവർ ഒരു ദിവസം പോലും ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയില്ല. അപ്പോഴേക്കും ഇവൻ പറയുകയാണെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യാന്ന് പറയുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവളാകെ മനസ്സോടെ, അപ്പോൾ അവൾ പറയുകയാണ് ഞാൻ പോവാണ്, എനിക്ക് ഇച്ചിരി അർജൻറ്റ് ഉണ്ട് പോവാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇതേ സമയത്ത് ഇവൻ്റെ മനസ്സങ്ങ് ഓക്കെ ആക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവനെ അവളിന്ന് കരയും. ഇവന് ശരിക്കും പറഞ്ഞാൽ നൊറാക്കുറെ ഇഷ്ടമാണ്, പക്ഷേ ആ ഒരു സംഭവത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലാണ് അവൻ നിൽക്കുന്നത്. ഇനി പിറ്റേന്ന് ഓഫീസിൽ വരുമ്പോൾ ഇട്ടിട്ട് നമ്മൾ നൊറാക്കുറ വന്ന് സാക്കി ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓഫീസിലുള്ളവർ തന്നെ വിചാരിക്കും ഇവരുടെ ഇടയിൽ എന്തുകൊണ്ടായിട്ട് ഇവരിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്, എന്ത് ഇവരുടെ ഇടയിൽ പ്രശ്നം എന്നുള്ള രീതിക്കാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ പിറ്റേന്ന് കാണിക്കുവാണ് നൊറാക്കുറ ഇങ്ങനെ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവൻ വന്നൊരു ഫയൽ ഓഫ് ജോബ് വേക്കൻസി കൊണ്ടുവന്ന് ഇവൾക്ക് കൊടുത്തിട്ട് പറയുകയാണ് ഇതിൽ കുറേ ജോബ് വേക്കൻസീസ് ഉണ്ട്, നീ നിനക്ക് ഇഷ്ടമുള്ളത് നോക്കി നീ സെലക്ട് ചെയ്തോ, ഇവിടത്തേക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം അവിടെ കിട്ടും, നീ നോക്ക്. മാത്രമല്ല ഇവനൊരു ബണ്ണ് വാങ്ങിച്ചു കൊടുത്തില്ല, അത് വെച്ചിട്ട് പറയണം ഇത് നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോ, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ തൂക്കി എറിഞ്ഞോ കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇനി എന്തായാലും ഇത് എൻ്റെ കയ്യിൽ കീപ്പ് ചെയ്യാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അതവിടെ വെച്ചിട്ട് പോകാട്ടോ. ഇവനാണെങ്കിൽ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇവൾക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ദേഷ്യം അടക്കാൻ വരുന്നില്ല. ഇവൾ അത്രയും സങ്കടത്തിൽ ഇവൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ എപ്പോഴും വിചാരിച്ചായിരുന്നു നിങ്ങളുടെ മനസ്സിൽ എനിക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടുന്നു, ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ചൊക്കെ തെറ്റാണ്, നിങ്ങളുടെ മനസ്സിൽ വേറൊരു പെണ്ണിന് ഇനി ഒരു സ്ഥാനം ഉണ്ടാകത്തില്ലെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായെന്നും അവൾ പറയുവാണ് കേട്ടോ. അവനാണെങ്കിൽ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാതെ അവിടെ നിന്ന് പോവാണ്. പക്ഷെ ആ ഒരു റൂമിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് അവൻ പൊട്ടിക്കരയാൻ തുടങ്ങുക കേട്ടോ. എന്നിട്ടാണ് ഈ പാർട്ട്ണർ വരുന്ന സമയത്ത് നൊറാക്കുറയുടെ അടുത്ത് ചോദിക്കണേ എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവിടെ നടന്ന കാര്യമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ പാർട്ട്ണർ ഒരു കാര്യം പറയുകയാണ്, സത്യം പറഞ്ഞാണ്ടല്ലോ ചിഹാരുവിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അവൻ ഒരിക്കൽ പോലും ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നിന്നെ കണ്ടുമുട്ടി പോയിട്ടാണ് അവൻ ചിരിക്കാൻ തുടങ്ങിയത്, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവൻ അത്രയും നടന്നത്, പക്ഷെ അവന് നിന്നോട് സ്നേഹമില്ലെന്ന് മാത്രം എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് സങ്കടം സഹിക്കാൻ വയ്യാത്തവൾ കരഞ്ഞുകൊണ്ട് പറയുക കേട്ടോ. ശരിയാണ്, എല്ലാ കാര്യത്തിലും സ്വന്തം ജീവിതം വരെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന സാക്കിസാക്ക. പക്ഷെ ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇവൾക്ക് വേണ്ടി ചിരിക്കാനും ഇവളെ കളിയാക്കാനുമായിട്ട് അവൻ്റെ മനസ്സിനെ കുറച്ചെങ്കിലും നല്ലതാക്കാൻ ശ്രമിച്ചില്ലേ, അങ്ങനെ ഒരാൾ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ കരയുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവൾ വന്ന് നമ്മുടെ സാക്കിസാക്കയെ കണ്ടിട്ട് പറയുകയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് കേട്ടോ. എന്നിട്ട് ഇവൻ ചോദിക്കണം എന്താണെന്ന് വെച്ചാൽ അത് പറയാൻ തുടങ്ങാൻ പറ്റാതെ നിൽക്കുന്ന സമയത്തും ഇവൻ പറയാണ് ശരി എന്നെ ശപിക്കാൻ പോവില്ല, നീ അങ്ങ് ശപിച്ചേക്കെന്ന് പറയുന്ന സമയത്തും ഇവള് പറയുകയാണ് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവൻ ഭയങ്കര ഷോക്കാണ്, ഇവളെന്താ പെട്ടെന്ന് ഇങ്ങനെ കയറി പറഞ്ഞതെന്ന്. അപ്പോൾ അവൾ തന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുവാണ്, ഞാൻ ഇതിന് മുമ്പ് ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഇപ്പോൾ പറഞ്ഞതെന്ന് പറയാം കേട്ടോ. അപ്പോഴാണെങ്കിൽ ഇവൻ അത്രയും നേരം മനസ്സിനകത്ത് സങ്കടവും വിഷമവും ഇവളങ്ങ് വഴക്ക് പറഞ്ഞതെല്ലാം കിടക്കുമല്ലേ, ഇവൻ കരഞ്ഞുകൊണ്ട് ഇവളെ ഹഗ് ചെയ്യുക കേട്ടോ. ആ സമയത്ത് ഇവന് കറക്റ്റ് ഒരു കോള് വന്ന് കട്ടാവുന്നുണ്ട്. അത് വന്ന് ഇവൻ്റെ അങ്കിളിൻ്റെ മോളിലെ സുഭാസ അവളുടെ കയ്യിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവൻ ചെന്നിട്ട് തിരിച്ച് വിളിക്കാൻ നോക്കുന്ന സമയത്ത് കോള് പോകുന്നില്ല. അപ്പോൾ ഇവൻ ആ കൊച്ചിനൊരു വോയിസ് മെയിൽ ഇടുക കേട്ടോ. അപ്പോൾ ഇവനാകെ ടെൻഷൻ, എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾ വിളിച്ചിട്ട് എന്തോ ഒരു അർജൻറ്റ് കാര്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ കട്ടാവത്തില്ലോ. അപ്പോൾ ഇവനാകെ ടെൻഷനായി, കാരണം ഇവൻ ആ കോൾ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ടാണല്ലോ കാര്യം അറിയാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ടും ഇവനാകെ ടെൻഷനായിട്ട് പറയുകയാണ് എനിക്ക് അപ്പോഴേ അറിയാം ഞാൻ അല്ലെങ്കിൽ അങ്ങനെയാണ്, ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടും ഇവനെ പഠിക്കാൻ തുടങ്ങുന്ന സമയത്തും ഇവൻ്റെ കയ്യെ പിടിച്ചിട്ടൊരു കാര്യം പറയണം, ഈ നടക്കുന്ന ഒരു കാര്യം നിൻ്റെ ഫോൾട്ടല്ല, നമുക്ക് നഗോയയിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യാമെന്ന് പറയുന്ന സമയത്തും ഇവനും അത് ഓക്കെ റെഡിയാന്ന് തോന്നുന്നത്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോവാട്ടോ. ക്യാബ് വിളിച്ചിട്ടാണ് പോകുന്ന സമയത്ത് ഇവൻ്റെ ചേട്ടൻ കഴിഞ്ഞ് ഇവനൊരു കോൾ വരുവാണ്. എന്നിട്ട് പറയുകയാണ് അവൾ സേഫാണ്, അവളൊരു കനാലിൽ വീണു, അതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, കാലൊന്ന് ഫ്രാക്ചർ ആയിട്ടുണ്ട്, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഇവർ നേരെ ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത്. ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് അവളാണെങ്കിൽ മയക്കത്തിന് എണീറ്റൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് തിരിച്ചു പോകണ്ട, അവൾ എണീക്കുമ്പോൾ അവൾക്ക് സങ്കടം ആവത്തില്ല, നിങ്ങൾ കണ്ടില്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞു വിടുക കേട്ടോ. ഇനി ചെന്ന് നോക്കുന്ന സമയത്ത് നൈറ്റ് കിടക്കാൻ പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു റൂമാണ് അവൻ്റെ ചേട്ടൻ വന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവൻ കയറുമ്പോൾ പറയാം ഞാൻ വേണമെങ്കിൽ സുഭാഷയുടെ റൂമിൽ കിടന്നോളാം എന്ന് പറയുന്ന സമയത്ത് ഇവൾ പറയണം അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തേക്കെന്ന് പറയാം കേട്ടോ. ലാസ്റ്റ് ഇവൾ ഇത്രയും നിർബന്ധിക്കുന്നുണ്ട് അവനും അവിടെ സ്റ്റേ ചെയ്യാം. രാത്രി കിടക്കുന്ന സമയത്ത് ഇവൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ പറയും, ഇങ്ങനെ ഇവനും ഇവൻ്റെ ചേട്ടനും ചെറുപ്പത്തിൽ താമസിച്ചിരുന്നത് ഈ ഒരു ഒറ്റ റൂമിലാണ്, ആ മെമ്മറീസൊക്കെ ഇതിനകത്തുണ്ട്, അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നൊക്കെ. എന്നിട്ട് അവളുടെ അടുത്ത് പറയുകയാണ് നീ എന്നെ തിരിച്ച് നഗോയയ്ക്ക് കൊണ്ടുവന്നതിന് വളരെയധികം താങ്ക്സ് ഉണ്ട്, കാരണം ഞാൻ ഈ ജന്മത്തല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് തിരിച്ച് വരത്തില്ലായിരുന്നു എന്ന് പറയും. കാരണം ചേട്ടൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു ചിഹാരുവിൻ്റെ കാര്യം, അതിനുശേഷം അവ ഒരിക്കലും ഇങ്ങോട്ട് വരത്തില്ലെന്ന് വിചാരിച്ചതാണ്. ഇനി പിറ്റേന്നാണെങ്കിൽ സുഭാഷിക്ക് ഓൾമോസ്റ്റ് ശരിയായിട്ടോ. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പി, ചേട്ടന്മാർ രണ്ടുപേരും അവളെ ചേട്ടന്മാരുടെ സ്ഥാനമാണല്ലോ രണ്ടുപേർക്കും, അവർ നല്ല ഹാപ്പി അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്തും
നമ്മുടെ നൊറാക്കുറയ്ക്ക് ഒരു സംഭവം വന്നിട്ട് ആ ഒരു സോഫയിൽ നിന്ന് കിട്ടുവാണ്. അത് വന്നിട്ട് അതെടുത്ത് ചോദിക്കുക ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയണം ഇത് വന്ന ആ ഒരു ഡോഗ് മരിച്ചു പോയില്ല, ആ ഡോഗിൻ്റെ സാധനമാണ്. അപ്പോൾ ഇവൻ്റെ ചേട്ടനൊക്കെ സങ്കടമാകാൻ തുടങ്ങും. കാരണം വെച്ചാൽ ആ ഡോഗ് മരിച്ചതിന് ശേഷം ഈ ഒരു സാധനം ഇവിടെ എല്ലാവരും തപ്പി കിടന്നിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ സങ്കടവും കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പോൾ എല്ലാവരും പറയണം അപ്പോൾ ഡോഗിനെ നമ്മൾ നൊറാക്കുറ വന്നത് ഭയങ്കര ഹാപ്പി ആയെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് സുഭാസ് ഒരു കാര്യം പറയണം. ഇവളിങ്ങനെ കനാലിൽ വീണില്ലേ, കുറേ വെള്ളമൊക്കെ ഉള്ളൊരു കനാലായിരുന്നേ. അവിടെ വന്നിട്ട് ഇവളാകെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന സമയത്തും ചിഹാരുവിൻ്റെ ആത്മാവ് വന്നാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തതെന്നും ആളെ ഷോൾ എൻ്റെ മേലിട്ടിട്ട് എൻ്റെ തണുപ്പ് മാറ്റി തന്നെന്നൊക്കെ പറയുന്ന സമയത്തും ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ സാക്കിയെ അത്ഭുതപ്പെടുത്തുക കേട്ടോ. അതിനുശേഷം ഇവരെല്ലാം അകത്ത് കയറി പോവാണ്. ഇപ്പോൾ ഇവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്തും ചിഹാരു വന്ന് ഡോഗിനെയും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നു ചിരിച്ചുകൊണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇവൻ്റെ മനസ്സിന് ഇച്ചിരി ആശ്വാസമാവുന്നുണ്ട്. കാരണം ഇവൻ അവളെ വളരെയധികം മിസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോഴാണല്ലോ ഇവരിങ്ങനെ കാണുന്നത് ഇവളുടെ ആത്മാവിനെ. അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ തിരിച്ച് ഇവരുടെ സ്ഥലത്ത് പോയിട്ട് ഓഫീസ് വർക്കിനൊക്കെ പോകുക. അത് കഴിഞ്ഞിട്ട് ഇവൻ വന്നിട്ട് ഇവളുടെ അടുത്ത് പറയുകയാണ് എനിക്ക് ഇതിൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനെന്ന് പറഞ്ഞിട്ട് ഇവളൊരു പൂന്തോട്ടം പോലെ സംഭവം ഉണ്ടല്ലോ അന്ന് കൊണ്ടേ ഇരുത്തിയില്ല ചിഹാരുവിൻ്റെ ഫോട്ടോ എടുത്ത പോലെ സ്ഥലം അവിടെ ചെന്ന് ഇരുത്തിയിട്ടും ഇവളുടെ കയ്യെ പിടിച്ചിട്ട് പറയുവാണ് നീ ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് ഇതൊന്നും എൻ്റെ തെറ്റല്ലെന്നും. അത് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് എനിക്ക് ചിഹാരുവിൻ്റെ അടുത്ത് പ്രണയമായിരുന്നെന്നാണ്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ചേട്ടൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എൻ്റെയും കൂടി ചൈൽഡ്ഹുഡ് ഫ്രണ്ടിലെ അവളോട് ആ ഒരു തരത്തിലുള്ള ഇഷ്ടം മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. മനസ്സിലാക്കി തരാൻ നിനക്കാ സാധിച്ചത്. മാത്രമല്ല ഇന്നലെയായിരുന്നു ശരിക്കും അവളില്ലാത്തതിൻ്റെ മിസ്സിങ് ഞാൻ അറിഞ്ഞത്. കാരണം അവിടെ എല്ലാവരും കൂടിയപ്പോൾ അവളില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. പക്ഷെ ഇത്രയും കാലം ഞാൻ അവൾക്ക് വേണ്ടി സങ്കടപ്പെട്ടതല്ല, അത് എൻ്റെ മനസ്സിനകത്ത് ഞാൻ എന്നെ പഴി പറയാനായിട്ട് കണ്ടുപിടിച്ചൊരു കാര്യമാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കി തരാൻ നിന്നെ കൊണ്ട് സാധിച്ചെന്ന് പറയുവാണ്. മാത്രമല്ല സുഭാഷ പറഞ്ഞതിന് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ചിഹാരുവിനെ അതുപോലെ മരിച്ചുപോയ ഞങ്ങളുടെ ഡോഗിനെയും ഞാൻ കണ്ടായിരുന്നു. അപ്പോഴാണ് ശരിക്കും ഞാൻ അവളെ മിസ് ചെയ്തത്. ഇനി നീ ചോദിച്ചില്ലേ നീ ഇന്നലെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ എൻ്റെ അടുത്ത്, അതിനുള്ള റിപ്ലൈ നിനക്ക് വേണ്ടേ? എനിക്ക് നിന്നെ ഇഷ്ടമാവുമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടും അങ്ങ് സെറ്റ് ആവുക കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ഇവർ കപ്പിൾസ് ആയല്ലോ. അതിനുശേഷം അവർ ഓഫീസിൽ ഇവരുടെ ആ ഒരു കുറുമുത്തരവും കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യുക. ഇവളെ വന്ന് ഇഡിയറ്റ് വിളിക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിടിച്ച് കളിക്കുക. അതെല്ലാം കണ്ടിട്ട് അവിടുത്തെ എംപ്ലോയീസും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ ലൈഫിൽ അറ്റ് ലാസ്റ്റ് വന്ന് സാക്ക മൂവ് ഓണായി. അവൻ്റെ ഉള്ളെന്താണെന്ന് മനസ്സിലാക്കാൻ അവന് സാധിച്ചു. അവൻ്റെ ലൈഫ് സ്പോയിലാക്കി കളഞ്ഞില്ല, പകരം അവന് പറ്റി നല്ലൊരു പേരിനെ തന്നെ കണ്ടുപിടിച്ചു. ആ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ ഈ ഡ്രാമ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.